ഹായ് ഓൾ, വെൽക്കം വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. ഗേറ്റ് എക്സാം ആണ് അല്ലേ? ഗേറ്റ് എക്സാം ആണ്. എല്ലാവരുടെയും പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സാം എന്നാണ്? സാറ്റർഡേ ആണ്, ശനിയാഴ്ച ആണല്ലേ? സോ മൈസെൽഫ് നാസിൽ മുഹമ്മദ്, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് പവർ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡബ്ല്യു പേപ്പറിലെ പവർ ഇലക്ട്രോണിക്സ് നമ്മുടെ കോർ സബ്ജക്റ്റ് ആണ്. ഏകദേശം ഒരു 10 മാർക്കിന് മിനിമം 10 മാർക്കിന് ചോദിക്കാവുന്ന 8 തൊട്ട് 10 വരെ മാർക്കിന് ചോദിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. മിക്കവാറും 1 മാർക്കിന്റെ ഒരു 2 ക്വസ്റ്റ്യനും ഒരു 2 മാർക്കിന്റെ 3 അല്ലെങ്കിൽ 4 മിനിമം 3 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും പവർ ഇലക്ട്രോണിക്സിൽ നിന്ന്. സോ ആദ്യം പവർ ഇലക്ട്രോണിക്സിൽ എന്താണ് നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്യുവാണെങ്കിൽ പറയാനുള്ളത്, നമുക്ക് ആദ്യം നമ്മൾ സെമി കണ്ടക്ടർ സ്വിച്ചസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അൺകൺട്രോൾഡ്, കൺട്രോൾഡ്, സെമി കൺട്രോൾഡ് സ്വിച്ചസിനെ കുറിച്ച്, പിന്നെ റെക്ടിഫയർ ആണ് നമുക്കുള്ളത് മെയിനായിട്ട്. പിന്നെ ചോപ്പറുകളെ കുറിച്ച് പഠിക്കുന്നു, DC to DC. റെക്ടിഫയർ എന്ന് പറയുമ്പോൾ AC to DC, ചോപ്പറുകൾ DC to DC. പിന്നെ വരുന്നത് ഇൻവെർട്ടർ ആണ്, DC to AC. അപ്പം ഇത്തരം കാര്യങ്ങളാണ് പവർ ഇലക്ട്രോണിക്സിലുള്ളത്. ഞാനും നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു 2-3 പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്, ഒരു 6-7 ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. സോ ഇതൊരു എസെൻഷ്യലി ദിസ് ഈസ് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ് ഇവിടെ. ഗേറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, റീസെന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് 1 or 2 ഇയറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പവർ ഇലക്ട്രോണിക്സ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. 2024 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെമി കണ്ടക്ടർ സ്വിച്ചസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഫോളോയിങ് സ്വിച്ചിങ് ഡിവൈസസ് ഹാവ് സിമിലർ പവർ റേറ്റിംഗ്സ്, വിച്ച് വൺ ഓഫ് ദം ഈസ് ദ ഫാസ്റ്റസ്റ്റ് സ്വിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന, ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്ന പവർ ഇലക്ട്രോണിക് സ്വിച്ചിങ് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് STR തന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ STR ഉണ്ട്, ഓപ്ഷൻ ബി GTO ആണ്, പിന്നെ IGBT ഉണ്ട്, മോസ്ഫെറ്റ് ഉണ്ട്. സോ നമ്മൾ എസെൻഷ്യലി നമുക്ക് അറിയാവുന്നതാണ്, STR ഹയർ റേറ്റിംഗ്സിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? വെരി ഹൈ പവർ റേറ്റിംഗ്സിനാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ SCRന്റെ ടേൺ ഓഫ് ടൈമും ടേൺ ഓണും ടേൺ ഓഫും ടൈം എടുക്കുന്ന റിവേഴ്സ് റിക്കവറി ടൈം ഉണ്ട് അല്ലെ, ഗേറ്റ് റിക്കവറി ടൈം ഉണ്ട്. സോ SCRന് 4 ലെയർ ഉണ്ട്. സോ റിവേഴ്സ് റിക്കവറി ടൈം അല്ലെങ്കിൽ ഗേറ്റ് റിക്കവറി ടൈം. സോ SCRന്റെ ടേൺ ഓഫ് ടൈമും ടേൺ ഓൺ ടൈമും വളരെ കൂടുതലാണ്. സോ നമ്മൾ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ആപ്ലിക്കേഷൻ SCR ഉപയോഗിക്കാറില്ല അല്ലെ? നമുക്ക് അതിന്റെ കമ്പാരിസൺ അറിയാവുന്നതാണ്. നമുക്കൊരു റേറ്റിംഗ് വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്താൽ, ഇതൊരു പവർ റേറ്റിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റേറ്റിംഗ് വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്താൽ, റേറ്റിംഗ് ഫ്രീക്വൻസി മെഗാഹെർട്സ് റേഞ്ചിലാണ്, മെഗാഹെർട്സ്, കിലോ ഹെർട്സ്, ഹെർട്സ് റേഞ്ചിലാണ്. സോ എവിടെയാണ് നമ്മുടെ SCR വരുന്നത്? SCR വരുന്നത് MVA റേറ്റിംഗിലെ MV മെഗാവോൾട്ട് റേറ്റിംഗിലുള്ള കറണ്ടുകളാണ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് SCR ഡീൽ ചെയ്യുന്നത് അല്ലേ? പിന്നെ കിലോ വാട്ട് റേഞ്ചിലുള്ളത് ഉണ്ട്, പിന്നെ വോട്ട്സ് റേഞ്ചിലുള്ളതുണ്ട്. സോ SCR വരുന്നത് എന്താണ്, ലോ ഫ്രീക്വൻസി ഹൈ പവർ റേറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ ഒരു സൈഡിലായിരിക്കും SCR വരുന്നത് അല്ലേ? SCR ഈ ഒരു ഏരിയയിലായിരിക്കും വരുന്നത് അല്ലേ? പിന്നെ കിലോ വാട്ട് റേഞ്ചിൽ നമ്മുടെ BJT അല്ലെങ്കിൽ IGBT ഒക്കെ വരും അല്ലേ? BJT വരാം, IGBT ഇവിടെ വരാം. BJTക്കും IGBTക്കും കമ്പയറബിൾ ആയിട്ടുള്ള ഓപ്പറേഷണൽ ഫ്രീക്വൻസി ആണ് നമുക്ക് പറയാം അല്ലെ? IGBT എസെൻഷ്യലി എന്നാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബൈജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആൻഡ് മോസ്ഫെറ്റ് അല്ലെ? മോസ്ഫെറ്റിന്റെ ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് കുറയ്ക്കാനും, പിന്നെ BJTനെക്കാട്ടി വേഗത്തിൽ സ്വിച്ചിങ് ആക്ഷൻസ് നടക്കാനും അല്ലെ? ഓൺ സ്റ്റേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് മോസ്ഫെറ്റിന്റെയും, പിന്നെ സ്വിച്ച് ഓൺ ടേൺ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്, ടേൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് BJTയുടെയും പോലെയുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് IGBT എന്ന് പറയുന്നത്. സോ ഇതിന് BJTക്കും IGBTക്കും കമ്പയറബിൾ ആയിട്ടുള്ള ഓപ്പറേഷണൽ ഫ്രീക്വൻസി റേഞ്ച് ആണ് വരുന്നത്. പിന്നെ നമുക്കുള്ളത് ലോവർ പവർ റേറ്റിംഗിന് ഉപയോഗിക്കുന്ന മോസ്ഫെറ്റിന് നമുക്ക് റേറ്റിംഗ് അറിയാം, 1000 വാട്ട്സിന് അപ്പുറത്തൊന്നും അല്ലെങ്കിൽ 1 കിലോ വാട്ട്സിന് അപ്പുറത്തൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ട്? അതിന്റെ ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ് അല്ലെ? ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്. പക്ഷേ മോസ്ഫെറ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്വിച്ചിങ് ആക്ഷൻസ് വളരെ ഫാസ്റ്റ് ആണ്.
ടേൺ ഓഫ് ടൈം വളരെ ഫാസ്റ്റ് ആണ് അല്ലെ, വളരെ കുറവാണ് ടേൺ ഓഫ് ടൈം. സോ എന്താണ് ഈ ടേൺ ഓഫ് ടൈം വളരെ ചെറുതാണെങ്കിൽ അത് പെട്ടെന്ന് ഓണും ഓഫും ആകും അല്ലെ. ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ നമുക്ക് പവർ മോസ്ഫെറ്റ് ഉപയോഗിക്കാം. പവർ മോസ്ഫെറ്റ് ഏകദേശം കിലോ ഹെർട്സ് റേഞ്ചിലാണ് അല്ലെങ്കിൽ മെഗാ ഹെർട്സ് റേഞ്ചിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മോസ്ഫെറ്റ്, പവർ മോസ്ഫെറ്റ് അല്ല. ഇതൊരു ഗേറ്റ് കൺട്രോൾ ഡിവൈസ് ആണ്. ഗേറ്റിൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഓൺ ആകുന്നതും ഗേറ്റിന് വോൾട്ടേജ് മാറ്റുമ്പോൾ ഓഫ് ആകുന്ന ഫുള്ളി കൺട്രോൾ സ്വിച്ച് ആണ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് അല്ലെ. സോ നമുക്കറിയാം ഈ ഒരു റേഞ്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ SCR ഒരിക്കലും അല്ല. SCRന്റെ ടേൺ ഓഫ് ടൈം കൂടുതലാണ്. സോ GTOയും അല്ല. GTO ഏകദേശം ഈ റേഞ്ചിൽ വരും കേട്ടോ. ഹയർ പവർ റേറ്റിംഗ് ആണ് എന്ന് വെച്ചാൽ SCRനെക്കാട്ടി തൊട്ട് താഴത്തുള്ള പവർ റേറ്റിംഗ് ആണ് ഗേറ്റ് ടേൺ ഓൺ എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞ് IGBT റേറ്റിംഗിൽ വരും, BJT വരും. അത് മോസ്ഫെറ്റിനാണ് ഏറ്റവും പവർ റേറ്റിംഗ് കുറവുള്ളത്. എന്നാൽ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ആപ്ലിക്കേഷൻ നമ്മൾ പവർ മോസ്ഫെറ്റാണ് ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു കമ്പാരിസൺ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ മോസ്ഫെറ്റിന്റെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 1-2 വട്ടം സ്ഥിരം ചോദിക്കുന്ന ഏകദേശം ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ മോസ്ഫെറ്റ് ആണ് ഏറ്റവും ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ, ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന പവർ മോസ്ഫെറ്റുകളാണ്. ഓക്കെ, ഇൻവെർട്ടറിലാണെങ്കിലും റെക്ടിഫയറിലാണെങ്കിലും അല്ലെങ്കിൽ DC ചോപ്പറിലാണെങ്കിലും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന പവർ മോസ്ഫെറ്റുകളാണ്. സോ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് D ആണ്, പവർ മോസ്ഫെറ്റ് ആണ്. ഓക്കെ, പിന്നെ മോസ്ഫെറ്റിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഓൺ സ്റ്റേറ്റ് കണ്ടക്ഷൻ ലോസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് എഫിഷ്യൻസി കുറവായിരിക്കും. പക്ഷെ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്ഫെറ്റ് ആണ്. ഓക്കെ, സോ ഇത് എന്താണ് പവർ സെമി കണ്ടക്ടർ സ്വിച്ചസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആർക്കും 1 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാവുന്നതാണ്. 1 മാർക്ക് എന്നൊക്കെ പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ് ഗേറ്റ് എക്സാമിന്. ഓക്കെ, ഒരു മാർക്ക് മാറുമ്പോൾ എത്ര റാങ്കാ മാറുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഹൈ കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, എല്ലാവരും ശരിയാക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റാൻ പാടില്ല. എല്ലാവരും ശരിയാക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മളും ശരിയാക്കിയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് വളരെ പുറകോട്ട് പോകും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഇത് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ, സിംഗിൾ ഫേസ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻവെർട്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ എ സിംഗിൾ ഫേസ് ബ്രിഡ്ജ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ഫീഡ്സ് എ പ്യൂർലി ഇൻഡക്റ്റീവ് ലോഡ്. നോട്ട് ദ പോയിന്റ്, പ്യൂർലി ഇൻഡക്റ്റീവ് ലോഡ് ആണ്. നമുക്ക് R ലോഡ് അറിയാം, L ലോഡ് അറിയാം, RL ലോഡ് അറിയാം. പിന്നെന്താണ് RLE ലോഡ് നമ്മൾ നോക്കിയതാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്യൂർലി ഇൻഡക്റ്റീവ് ലോഡാണ്. L ലോഡിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദ ഇൻവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് എ സ്ക്വയർ വേവ് ഇൻ 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡ്. ഓക്കെ, സ്ക്വയർ വേവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണല്ലോ, സ്ക്വയർ വേവ് ആണ്. പോസിറ്റീവ് അവസ്ഥയ്ക്ക് അപ് ടു 180 ഡിഗ്രി പ്ലസ് VDCയും, അടുത്ത 180 ഡിഗ്രി ടു 360 ഡിഗ്രിയിൽ കണ്ടക്ഷൻ പീരീഡിൽ വരുമ്പോൾ മൈനസ് VDCയുമാണ് വരുന്നത്. ഓക്കെ, ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് 50 ഹെർട്സ്, അറിയാവുന്ന കാര്യമാണ്. ഇഫ് ദ DC ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ദ ഇൻവെർട്ടർ ഈസ് 100 വോൾട്ട് ആൻഡ് ദ വാല്യൂ ഓഫ് ദി ലോഡ് ഇൻഡക്റ്റൻസ് ഈസ് 20 മില്ലി ഹെൻറി, ദ പീക്ക് ടു പീക്ക് ലോഡ് കറണ്ട് ഇൻ ആംപിയർ ഈസ്. പീക്ക് ടു പീക്ക് ലോഡ് കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇൻഡക്റ്റീവ് ലോഡ് ആകുമ്പോൾ വോൾട്ടേജ് വേവ് ഫോം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലോഡ് വോൾട്ടേജ് വേവ് ഫോം എന്തായിരിക്കും? സ്ക്വയർ വേവ് ഫോം ആയിരിക്കും അല്ലെ. സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോം അല്ലെ. സോ കോംപ്ലിമെന്റ് T1 ഉം T4 ഉം നമുക്ക് ഇൻവെർട്ടറിന്റെ പടം വരച്ചിട്ട് ബാക്കി ഡിസ്കഷൻ നടത്താം. ഓക്കെ, സോ ഇത് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലോട്ട് ഇൻവെർട്ടറിന്റെ എന്താണ് സിംഗിൾ ഫേസ് ഇൻവെർട്ടറിന്റെ സർക്യൂട്ടാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത്. ഓക്കെ, സോഴ്സ് ഉണ്ട്, DC സോഴ്സ് ഉണ്ട്, സ്വിച്ച് 1, സ്വിച്ച് 4, സ്വിച്ച് 3, സ്വിച്ച് 2. ഈ സ്വിച്ചസ് ആണ്, 4 സ്വിച്ചസ് ആണ് സിംഗിൾ ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടർ എന്നാ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മുടെ L ലോഡാണ്, ഇതാണ് L ലോഡ്. T1, T2, T3, T4. ഓക്കെ, ഇത് VDC, നമ്മുടെ DC സപ്ലൈ വോൾട്ടേജ്. സോ എന്താണ് L ലോഡിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ വോൾട്ടേജ് വേവ് ഫോം സ്ക്വയർ വേവ് ആകുമ്പോൾ L ലോഡിൽ കറണ്ട് എങ്ങനെയായിരിക്കും? ട്രയാങ്കുലർ വേവ് ഫോം ആയിരിക്കും അല്ലെ. ട്രയാങ്കുലർ വേവ് ഫോം ആയിരിക്കും. കറണ്ടിന്റെ ഇൻഡക്ടറിലൂടെ കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ 1/L ഇന്റഗ്രൽ VDT എന്നാണ് അല്ലെ. ഒരു കോൺസ്റ്റന്റ് ഇന്റഗ്രൽ എന്താണ്? ട്രയാങ്കുലർ ആയിരിക്കും, ലൈൻ ആയിരിക്കും. കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എന്താണ്? ട്രയാങ്കുലർ ആയിരിക്കും. ഓക്കെ, സോ അപ് ടു 180 ഡിഗ്രി എന്താണ് വോൾട്ടേജ് വേവ് ഫോം, കറണ്ട് വേവ് ഫോം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് V0, ഔട്ട്പുട്ട് വോൾട്ടേജ് അപ് ടു പൈ VDC ആണ്. അടുത്ത പൈ ടു 2π വരുന്ന എന്താണ്?
പൈ ടു 2π എന്താണ് മൈനസ് വി ഡി സി ആണല്ല, വി ഡി സി 0 to π വി ഡി സിയും. ഇനി ഇൻഡക്ടറിലൂടെ കറണ്ട് എങ്ങനെയായിരിക്കും വേരി ചെയ്യുക? ട്രയാങ്കുലർലി ആയിരിക്കും വേരി ചെയ്യുക അല്ലേ? എ സി ആണ്, ട്രയാങ്കുലർലി ആയിരിക്കും വേരി ചെയ്യുന്നത്. ഒരു മൈനസ് പീക്കിൽ നിന്ന് ഒരു പോസിറ്റീവ് പീക്കിലോട്ട്, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മൈനസ് ഐ ടു ഐ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഐ ടു മൈനസ് ഐ. ഇതായിരിക്കും കറണ്ട്, ഇൻഡക്ടറിലൂടെ കറണ്ട് നമുക്ക് അറിയാവുന്നതാണ്. ഓരോ ലോഡിലും RL ലോഡിൽ എങ്ങനെയാണ്, R ലോഡിൽ എങ്ങനെയാണ്, L ലോഡ്, ഇത് ആക്യുറേറ്റ്ലി T/4 ഇത് കട്ട് ചെയ്യുക. ബിക്കോസ് ഇൻഡക്റ്റീവ് ലോഡ് ആകുമ്പോൾ എന്താണ് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് ഉള്ളത്. ഫണ്ടമെന്റൽ കറണ്ടിന് വോൾട്ടേജ് വേവ് ഫോം ആയിട്ട് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് ഉള്ളത്. സോ അതൊരു ലീനിയർലി ട്രയാങ്കുലർ വേവ് ആയിരിക്കും. ലീനിയർലി ആണ് അത് ഇൻക്രീസ് ചെയ്യുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, ലീനിയർലി അത് ഡിക്രീസ് ചെയ്യും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. അപ് ടു T/2 ദ കറണ്ട് ഈസ് ഇൻക്രീസിങ് ഇൻ ഇൻഡക്ടർ അല്ലെ, അപ് ടു T/2. പിന്നെ T/2 ടു ടിയിൽ കറണ്ട് ഡിക്രീസ് ചെയ്യുവാണ്. ട്രയാങ്കുലർ വേവ് ഫോം ആണ് നമുക്ക് ഇൻഡക്ടറിന്റെ കറണ്ടിൽ കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? പി കറണ്ടിനെ കുറിച്ചല്ല ചോദിച്ചിരിക്കുന്നത്, പീക്ക് ടു പീക്ക് കറണ്ടിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത് മൈനസ് ഐ, പീക്ക് കറണ്ട് എത്ര? ഐ അല്ലേ? സോ ഈ ടോട്ടൽ പീക്കിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മൈനസ് ഐ ടു ഐ, അതായത് ഐ മൈനസ് ഐ 2i ആണ് ചോദിച്ചിരിക്കുന്നത്. പീക്ക് ടു പീക്ക് കറണ്ടിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ ഹാഫ് സൈക്കിൾ ഒന്ന് എടുത്തേ. കറണ്ട് ഇൻക്രീസിങ് അല്ലേ, ട്രയാങ്കിൾ ലീനിയർലി ഇൻക്രീസിങ് ആണ്. സോ നമുക്ക് ഇക്വേഷൻ എഴുതാം. പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. സോ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എത്ര? L di/dt അല്ലേ? സോ ഐ മൈനസ് ഐ di/dt എന്താണ്? T/2 ടൈം ആണ് അല്ലെ? T/2 ടൈം ആണ്. നമ്മൾ ഇൻവെർട്ടർ പഠിച്ചപ്പം ഇത് നമ്മൾ ഡിറൈവ് ചെയ്തതാണ് കേട്ടോ. ഫോർമുല നിങ്ങളുടെ മനസ്സിലോട്ട് ഫോർമുല VDC/4FL എന്നുള്ള ഫോർമുല നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഡയറക്റ്റ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഒരു 30 സെക്കൻഡ് കൊണ്ട് ഉത്തരം കണ്ടുപിടിക്കുക. 30 സെക്കൻഡ് വേണ്ട, 10 സെക്കൻഡ് മതി. ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ, നിങ്ങളുടെ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കിത് എന്താണ് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാവുന്ന കാര്യമുള്ളൂ. ബട്ട് കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്ക് സിംഗിൾ ഫേസ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ സർക്യൂട്ട് ഡയഗ്രവും പിന്നെ എന്താണ് ഇൻഡക്ടർ ലോഡ് ആണെങ്കിൽ കറണ്ടിന്റെ വേവ് ഫോം ഓർമ്മയുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഡിറൈവ് ചെയ്തെടുക്കാനുള്ള ഫോർമുലേ ഉള്ളൂ. ഓക്കെ, ഫോർമുല കാണാതെ പഠിക്കുന്നതല്ല ഗേറ്റ് എക്സാമിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, സോ L ഇൻറ്റു di/dt. ഓക്കെ, അതാണ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഈസിക്കൽ ടു എന്താണ്? VDC ആണ് അല്ലെ? വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്താ? VDC ആണല്ലേ? VDC. സോ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? I എന്താണ് നമുക്ക് കിട്ടുന്നത്? I ഈസിക്കൽ ടു T/2 2i വരും. സോ VDC/T ടൈം പീരീഡ് താഴത്ത് വരുമ്പോൾ 4FL എന്ന് കിട്ടും അല്ലെ? 4FL എന്ന് കിട്ടും ഫ്രീക്വൻസി. VDC/4FL അല്ലെ? സോ VDC നമുക്ക് തന്നിട്ടുണ്ട്. DC വോൾട്ടേജ് എത്രയാണ് തന്നിരിക്കുന്നത്? DC വോൾട്ടേജ് എത്ര? 100 വോൾട്ട് തന്നിട്ടുണ്ട്. DC വോൾട്ട് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എല്ലിന്റെ വാല്യൂ അറിയാം. സോ I ഈസിക്കൽ ടു VDC 100/4 ഇൻറ്റു ഫ്രീക്വൻസി എത്ര തന്നിരിക്കുന്നത്? 50 ഹെർട്സ് അല്ല, 50 ഹെർട്സ് ഇൻറ്റു എല്ലിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 20 മില്ലി ഹെൻറി എന്നാണ് തന്നിരിക്കുന്നത്. 20 മില്ലി ഹെൻറി എന്നാണ് തന്നിരിക്കുന്നത്. ഇൻറ്റു 10⁻³ 1000 മേളിൽ പോട്ടെ, ഇൻറ്റു 10⁻³ -3 1000 മേളിൽ പോട്ടെ, 10⁻³ എത്ര വരും? ഐയുടെ വാല്യൂ എത്ര വരും? 2. ഓക്കെ, 25 എന്ന് വരും അല്ല ഐയുടെ വാല്യൂ. ഈ ഐയുടെ വാല്യൂ 25 എന്ന് കിട്ടുമ്പോൾ കറണ്ടിന്റെ വാല്യൂ 25 കിട്ടിയല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ 25 എഴുതി വെച്ചാൽ എന്താണ്? നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നെഗറ്റീവ് പോകത്തില്ല, പക്ഷെ മാർക്ക് പോകും. 2i ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ നമ്മൾ സൂക്ഷിച്ച് തന്നെ വായിക്കുക. പീക്ക് ടു പീക്ക് ലോഡ് കറണ്ടിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഐ പീക്ക് ടു പീക്കാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ 2i ആണ് വരേണ്ടത്. 2i പീക്ക് ടു പീക്ക് ആകുമ്പോൾ 50 ആംപിയർ എന്നാണ് ഉത്തരം വരേണ്ടത്. ഓക്കെ, 50 ആംപിയർ എന്നാണ് ഉത്തരം വരേണ്ടത്. നമ്മൾ ഐയുടെ വാല്യൂ കിട്ടി, ആ പാനിക്കിൽ നമ്മൾ 25 എന്നാണ് എടുത്ത് എഴുതുന്നതെങ്കിൽ ഓക്കെ, പോയി 2 മാർക്ക് പോയി. ഇത് ഇന്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2024 ചോദിച്ച 2 മാർക്കിന് ഇന്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? കറണ്ടിന്റെ വേവ് ഫോം, ഇൻഡക്ടറിൽ കൂടി കറണ്ട് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് മനസ്സിലായാൽ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് ലീനിയർലി ഇൻക്രീസിംഗ് ആണ് അല്ലെ? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് ലീനിയർലി ഡിക്രീസിംഗ് ആണ്. ഓക്കെ, ആ ഇൻഡക്ടറിലൂടെ കറണ്ടിന്റെ വേവ് ഫോം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫോർമുല ഡിറൈവ് ചെയ്തെടുത്ത് 1 മിനിറ്റ് അടുത്ത 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. ഡയറക്റ്റ്ലി നിങ്ങളുടെ പ്രാക്ടീസിലൂടെ I ഈസിക്കൽ ടു VDC/4FL എന്നുള്ള ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരു 10 സെക്കൻഡ് കൊണ്ട് ഉത്തരം കണ്ടുപിടിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാവുന്നതാണ്. ഓക്കെ, സോ കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിലെ ഒരു കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, 2024 ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ,
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് DC to DC കൺവെർട്ടർ ചോപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് DC to DC കൺവെർട്ടറിലെ ക്വസ്റ്റ്യൻ ആണ്, ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതിനകത്ത് സർക്യൂട്ട് ഡയഗ്രാം ഒന്നും കൊടുത്തിട്ടില്ല. ഗേറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു ട്രിക്കി ആയിട്ടുള്ള എക്സാം, സ്പൂൺ ഫീഡിംഗ് ഒന്നും അല്ല. നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് വായിച്ചാൽ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ സർക്യൂട്ട് കമ്പോണൻസ് നമ്മൾ മനസ്സിൽ ആലോചിക്കണം. സർക്യൂട്ട് ഡയഗ്രാം എന്തായിരിക്കും, വേവ് ഫോം എന്തായിരിക്കും എന്നുള്ളത്. ആപ്ലിക്കേഷൻ ലെവൽ എക്സാം ആണ് കേട്ടോ ഗേറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇതിൽ ഡയറക്ട്ലി നമുക്ക് ചോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡയറക്ട്ലി സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട് നമുക്ക്. സോ ദ കറന്റ് ത്രൂ ദ ഇൻഡക്ടർ ഈസ് കണ്ടിന്യൂസ്. സോ കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡിലെ കാര്യമാണ് സംസാരിക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡിലെ കാര്യമാണ് സംസാരിക്കുന്നത്. ദ സ്വിച്ചിങ് ഫ്രീക്വൻസി ഈസ് 500 ഹെർട്സ്. മോസ്ഫെറ്റിന്റെ അല്ലെങ്കിൽ എസെൻഷ്യലി ഇത് ഏത് സ്വിച്ച് ആണോ അതിന്റെ സ്വിച്ചിങ് ഫ്രീക്വൻസി ആണ് ഈ പറഞ്ഞിരിക്കുന്നത് 500 ഹെർട്സ്. ദ വോൾട്ടേജ് V0 അക്രോസ് ദ ലോഡ് ഈസ് അസ്യൂം ടു ബി കോൺസ്റ്റന്റ് ആൻഡ് റിപ്പിൾ ഫ്രീ. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് റിപ്പിൾ ഫ്രീ ആണ്, കോൺസ്റ്റന്റ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെവൽ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള കോൺസ്റ്റന്റ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താണ് കൺവെർട്ടറിന്റെ ധർമ്മം എന്താണ്? കൺവെർട്ടർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വാട്ട് ഇസ് ആപ്ലിക്കേഷൻ ഓഫ് കൺവെർട്ടർ? ചോപ്പറിന്റെ ഉദ്ദേശം എന്താ? DC ലെവൽസ് മാറ്റാൻ വേണ്ടിയാണ് അല്ലേ. ഒരു ഹൈ DC ഉണ്ടെങ്കിൽ നമുക്ക് ഡിസൈറബിൾ ലോ DCയിലോട്ടും, അല്ലെങ്കിൽ ഒരു ലോ ലെവൽ DC ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഹൈ ലെവൽ DCയിലോട്ടും മാറ്റാനാണ് ചോപ്പറുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ പീക്ക് ഇൻഡക്ടർ കറന്റ് ഇൻ ആംപിയേഴ്സ്. സോ പീക്ക് ഇൻഡക്ടർ കറന്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡക്ടർ കറന്റിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ഈ ഇൻഡക്ടറിലൂടെ പീക്ക് കറന്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എസെൻഷ്യലി ഇത് എന്താണ്? നമുക്ക് 20 വോൾട്ട് ആണ്, നമ്മൾ 20 വോൾട്ട് DC സപ്ലൈ ആണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയ 40 വോൾട്ട് DC സപ്ലൈ ആണ്, DC ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടിയത് 40 വോൾട്ട് ആണ്. അപ്പൊ ഇതെന്താണ്? എസെൻഷ്യലി ദിസ് ഇസ് എ ബൂസ്റ്റ് കൺവെർട്ടർ അല്ലെ. ഈ സർക്യൂട്ട് ഡയഗ്രാം കാണുമ്പോഴേ പ്രാക്ടീസ് ഉള്ളവർക്ക് മനസ്സിലാവും ഇതൊരു ബൂസ്റ്റ് കൺവെർട്ടർ ആണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതൊരു ബൂസ്റ്റ് കൺവെർട്ടർ ആണ് അല്ലെ. സ്റ്റെപ്പ് അപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ ബൂസ്റ്റ് കൺവെർട്ടർ ആണ് ഇത്. ഓക്കെ, സോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻഡക്ടറിലൂടെ പീക്ക് കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡക്ടറിലെ കറണ്ട് വേരിയേഷൻ എങ്ങനെയായിരിക്കും? അക്കോർഡിംഗ് ടു ദ ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റ് ഓഫ് സ്വിച്ച്. ഇൻഡക്ടറിലെ കറണ്ട് വേരിയേഷൻ എങ്ങനെയായിരിക്കും? ഇൻഡക്ടറിലൂടെ കറണ്ട് പോകുന്ന എങ്ങനെയായിരിക്കും? ഓക്കെ, സോ DT ടൈം പീരീഡിൽ ഇത് ഓൺ ആണ്, സ്വിച്ച് ഓൺ ആണ്. അടുത്ത DT to Tയിൽ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ ഫുൾ സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് സൈക്കിളിൽ DT ടൈം പീരീഡിലേക്ക് സ്വിച്ച് ഓൺ ആണ്. അടുത്ത അപ് ടു DT തൊട്ട് T ടൈം പീരീഡിലേക്ക് സ്വിച്ച് ഓഫ് ആണ്. സോ ഇതാണ് സ്വിച്ചിങ് ആക്ഷൻ നടക്കുന്നത്. ഡ്യൂട്ടി സൈക്കിൾ എന്താണെന്ന് അറിയാം. ഡ്യൂട്ടി സൈക്കിൾ നമുക്ക് ബൂസ്റ്റ് കൺവെർട്ടറിൽ എങ്ങനെ കിട്ടുന്നതെന്ന് അറിയാം. ഓക്കെ, സോ ഇനി ഇൻഡക്ടറിലുള്ള കറണ്ട് എന്താണ്? ഒരു ആവറേജ് കറണ്ട് ഉണ്ടാകും അല്ലെ. ഔട്ട്പുട്ട് ആവറേജ് ഉണ്ടാകും, I0 ആവറേജ് ഉണ്ടാകും അല്ലെ. ആവറേജിന്റെ മേളിലും താഴത്തുമായിട്ട് ഒരു ഒരു ലീനിയർലി വേരി ചെയ്യുന്ന ഒരു കറണ്ട് ആണ് അല്ലെ. ട്രയാങ്കുലർ വേവ് ഫോം ആണ് നമുക്ക് ഇൻഡക്ടറിലുള്ള കറണ്ട് കിട്ടുന്നത് അല്ലെ. ട്രയാങ്കുലർ വേവ് ഫോം ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത് തമ്മിലുള്ള പീക്ക് ടു പീക്ക് തമ്മിലുള്ള ഡെൽറ്റ IL എന്ന് നമ്മൾ എടുക്കുന്നത്. കൺവെർട്ടർ പഠിക്കുമ്പോൾ, ബൂസ്റ്റ് കൺവെർട്ടർ, ബക്ക് കൺവെർട്ടർ പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കുലർ വേരിയേഷൻ ആണ് കറണ്ടിന്റെ വേവ് ഫോം വരുന്നത്. മൗണ്ടിങ് എന്തിലാണ് നമ്മൾ മൗണ്ട് ചെയ്തേക്കുന്നത്? ആ കറണ്ട് എന്തിലാണ്? I0 ആവറേജ് എന്ന് പറഞ്ഞ ആ കോൺസ്റ്റന്റ് ലൈനിലാണ് ഈ കറണ്ട് ഇൻഡക്ടറിൽ ലീനിയർലി ട്രയാങ്കുലർലി വേരി ചെയ്യുന്ന കറണ്ട് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ പോസിറ്റീവ് ഹൗസ് സൈക്കിൾ കറണ്ട് ഈസ് ഇൻക്രീസിങ് അല്ലെ. നെഗറ്റീവ് ഹൗസ് സൈക്കിൾ കറണ്ട് ഈസ് ഡിക്രീസിങ്. എബൌട്ട് എവിടെയാണ്? എബൌട്ട് മൗണ്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? I0 ആവറേജ് എന്ന് പറഞ്ഞ വാല്യൂവിലാണ് ഇൻഡക്ടറിലെ കറണ്ട് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ കറണ്ട് ഈസ് ഇൻക്രീസിങ്, സെക്കൻഡ് ഹാഫ് സൈക്കിൾ കറണ്ട് ഈസ് ലീനിയർലി ഡിക്രീസിങ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സൈക്കിൾ റിപ്പീറ്റ്സ്. ഓക്കെ, സോ ഈ ഡെൽറ്റ IL നമുക്ക് അറിയാവുന്ന ഡെൽറ്റ IL ഇൻഡക്ടറിലുള്ള ഡെൽറ്റ IL അല്ലെ. സോ പീക്ക് കറണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പീക്ക് കറണ്ട് കിട്ടണമെങ്കിലുള്ള സംഭവം എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടല്ലോ. ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എന്താണോ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ IL മാക്സിമം ചോദിക്കുന്നത് ഇൻഡക്ടർ കറണ്ടിന്റെ പീക്ക് ഇൻഡക്ടർ കറണ്ട് ആണ് ചോദിക്കുന്നത്. IL മാക്സിമം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ I0 ആവറേജ് പ്ലസ് ഡെൽറ്റ IL/2 അല്ലെ. ഈക്വലി ലീനിയർ വേരിയേഷൻ ആണല്ലേ മൗണ്ട് ചെയ്തിരിക്കുന്നത്. I0 ആവറേജിൽ ഈക്വലി ആണ് വേരി ചെയ്തിരിക്കുന്നത്. ട്രയാങ്കുലർ വേവ് ഫോം ആണ്. സോ ഈ കറണ്ടിന്റെ വേവ് ഫോം ഓർമ്മ ഉണ്ടാകണം. ഓർമ്മയില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല.
കറണ്ടിന്റെ വേവ് ഫോം ഓർമ്മയുണ്ടാകണം, പ്രാക്ടീസ് ചെയ്യണം. ബക്ക് കൺവെർട്ടറിലെയും ബൂസ്റ്റ് കൺവെർട്ടറിലെയും ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിലെയും കറണ്ടിന്റെ വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയാവുന്നതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഇവിടെ നിന്നാണ് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ അനാലിസിസ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. I0 ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം, ഡെൽറ്റ IL എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ ഉള്ളത്. സോ ഡി ടി ടൈമിൽ എന്താണ്, സ്വിച്ച് ഓൺ ആണ് അല്ലെ. ഡി ടി ടൈമിൽ എന്താണ്, സ്വിച്ച് ഓൺ ആണ്, സ്വിച്ച് ക്ലോസ്ഡ് ആണ്. അടുത്ത ഡി ടി ടു ടി ടൈം പീരീഡിലാണ് സ്വിച്ച് ഓപ്പൺ ആകുന്നതും സോഴ്സ് ലോഡിലോട്ട് പവർ സപ്ലൈ ചെയ്യുന്നതും അല്ലെ. സോ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ സ്വിച്ച് ഓൺ ആണ്. സ്വിച്ച് ഓൺ ആകുമ്പോൾ എന്താ, ഈ ലൂപ്പിലാണ് കറണ്ട് ഉള്ളത് അല്ലെ. ഈ ലൂപ്പിൽ മാത്രമാണ് കറണ്ട് ഉള്ളത് സ്വിച്ച് ഓൺ ആകുമ്പോൾ. 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ഡി ടി അല്ലെ. സോ ഇവിടെയാണ് കറണ്ട് ഉള്ളത്. ഈ കറണ്ട് എന്താണ്, അപ്പം I0 ആണ് അല്ലെ. ഐഡിയിലൂടെ ഡയോഡിലുള്ള കറണ്ട് 0 ആണ്. I0 എന്താണ്, കോൺസ്റ്റന്റ് ആണ്, കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡ് എന്നാണ് പറയുന്നത്. സോ IC ഉണ്ട്, I0 ഉണ്ട്. I0 എസെൻഷ്യലി എന്താകും, -IC ആകും ഇവിടെ അല്ലെ. ഏത് 0 ടു DT ടൈം പീരീഡിൽ. അടുത്ത ഹാഫ് സൈക്കിൾ എന്താ, DT ടു T ടൈം പീരീഡിൽ എങ്ങനെയാണ്, സ്വിച്ച് ഓപ്പൺ ആകുന്നു, ഡയോഡിലൂടെ കറണ്ട് പോകുന്നു, സ്വിച്ചിലൂടെ കറണ്ട് പോകുന്നില്ല, ഡയോഡിലൂടെ കറണ്ട് പോകുന്നു. ലോഡ് കറണ്ടും I0 -IC തന്നെയാണ്. ഓക്കെ, ലോഡ് കറണ്ട് എന്താകും, I0 ഈ സ്വിച്ച് ഓഫായിരിക്കുന്ന സമയത്ത് എന്താകും, I0 ഡയോഡ് കറണ്ട് ID -IC എന്നാകും അല്ലെ. സോ ഈ അനാലിസിസ് ഒക്കെ അറിയാവുന്നതാണ്. ഇനി ഓഫ് കണ്ടീഷനിൽ എങ്ങനെയാവും നമുക്ക് നോക്കാം. സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന കണ്ടീഷൻ ആണെങ്കിലോ, സോ അത് കഴിഞ്ഞിട്ട് DT ടു ലെസ് ദാൻ ടി ടൈം പീരീഡിൽ എങ്ങനെയാണ്, സ്വിച്ച് ഓൺ ആണ് അല്ലെ, സ്വിച്ച് ഓഫ് ആണ്. ഓക്കെ, സ്വിച്ച് ഓഫ് ആണ്, കറണ്ട് പോകുന്നത് സ്വിച്ച് ഓഫ് ആണ്, കറണ്ട് പോകുന്നത് ഇങ്ങനെയാണ് അല്ലെ. ഇൻഡക്ടറിൽ കറണ്ട് പോകുന്നുണ്ട്, IL ആവറേജ് ഉണ്ട്, IL കറണ്ട് ഇൻഡക്ടറിലുണ്ട്. ഇൻഡക്ടറിലുള്ള കറണ്ടിന്റെ ആവറേജ് ആണ് IL ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബൂസ്റ്റ് കൺവെർട്ടർ ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, IL മാക്സിമത്തിന് IL ആവറേജ് പ്ലസ് ഡെൽറ്റ IL/2 അല്ലെ. ഇവിടെ നമുക്ക് ഡെൽറ്റ IL കിട്ടണം. ഡെൽറ്റ IL കണ്ടുപിടിച്ച IL ആവറേജും കണ്ടുപിടിച്ചാൽ നമുക്ക് IL മാക്സ് കിട്ടും അല്ലെ. സോ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്, ഇൻപുട്ട് എത്രയാണ്, 20 വോൾട്ട് ആണ്, ഔട്ട്പുട്ട് എത്രയാണ്, 40 വോൾട്ട് ആണ്. സോ ബൂസ്റ്റ് കൺവെർട്ടറിൽ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു VDC. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ DC ആണ്, VDC ബൈ 1 - D അല്ലെ. ഡ്യൂട്ടി സൈക്കിൾ ആയിട്ടുള്ള റിലേഷൻ ഇങ്ങനെ V0യും ഔട്ട്പുട്ട് വോൾട്ടേജും VDC ഇൻപുട്ട് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഇതിൽ നമുക്ക് D കിട്ടും അല്ലെ, ഡ്യൂട്ടി സൈക്കിളിന്റെ വാല്യൂ കിട്ടും അല്ലെ. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര, 40 = 20 ബൈ 1 - D. ഡിയുടെ വാല്യൂ എത്ര കിട്ടി, നമുക്ക് 0.5 എന്ന് കിട്ടി അല്ലെ. ഡിയുടെ വാല്യൂ, ഡ്യൂട്ടി സൈക്കിളിന്റെ വാല്യൂ 0.5 എന്ന് കിട്ടി. ഇനി IL ആവറേജ് നമുക്ക് വേണം അല്ലെ. IL ആവറേജ് എന്തുവാ, ബൂസ്റ്റ് കൺവെർട്ടറിൽ IL ആവറേജ് എന്താണ്, IL ആവറേജ് എന്താ, = I0 - 1 - D അല്ലെ. റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പാടില്ല. ബക്ക് കൺവെർട്ടറിൽ IL ആവറേജ് എന്തായിരുന്നു, IL ആവറേജ് = I0 തന്നെയായിരുന്നു. ഔട്ട്പുട്ട് കറണ്ട് തന്നെ ആയിരുന്നു ഇൻഡക്ടറിലൂടെയുള്ള ആവറേജ് കറണ്ട്. എന്നാൽ ബൂസ്റ്റ് കൺവെർട്ടറിലോട്ട് വരുമ്പോൾ എന്താണ്, ഔട്ട്പുട്ട് കറണ്ട് ബൈ 1 - D ആകും ഇൻഡക്ടറിലൂടെയുള്ള ഫ്ലോ ചെയ്യുന്ന ആവറേജ് കറണ്ടിന്റെ വാല്യൂ അല്ലെ. IL ആവറേജ് = I0 ബൈ 1 - D എന്ന് വരും അല്ലെ. സോ ഇവിടെ നിന്ന് IL ആവറേജ് നമുക്ക് കിട്ടും. I0 ഔട്ട്പുട്ടിൽ എന്താ, റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 10 ohm. സോ I0 എത്ര, ഔട്ട്പുട്ട് കറണ്ട് എത്രയാണ്, I0 ഔട്ട്പുട്ട് കറണ്ട് 40 ബൈ 10 ആണല്ലേ, എത്രയാ, ഓക്കെ 10 ആണ്. 40 ബൈ 10 = 4 അല്ലെ, 4 എന്ന് വന്നു. സോ IL ആവറേജ് എത്ര വന്നു, IL ആവറേജ് = 4 ബൈ 0.5, അതായത് 8 ആംപിയർ എന്ന് വന്നു IL ആവറേജ്. ഓക്കെ, സോ ആവറേജ് ഇൻഡക്ടർ കറണ്ട് എന്ന് പറഞ്ഞത് 8 എന്ന് വന്നു അല്ലെ. IL മാക്സ് എത്ര, നമുക്ക് ഡെൽറ്റ IL കിട്ടണം അല്ലെ. ഡെൽറ്റ IL കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൺ ടൈമിൽ എന്താണ്, സ്വിച്ച് ഓൺ ടൈമിൽ എന്താണ്, ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്, VDC തന്നെയാണ് അല്ലെ. സ്വിച്ച് ഓൺ ആയിരിക്കുന്ന ടൈമിൽ, അതായത് 0 ലെസ് ദാൻ
ടി ലെസ് ദാൻ ഡി ടി എന്ന് പറഞ്ഞ ടൈം പീരീഡിൽ എന്താണ് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? വി ഡി സി തന്നെയാണ് അല്ലെ? സോ കറണ്ട് ലീനിയർലി വേരി ചെയ്യുവാണ് ആ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ അല്ലെ? ഒരു മിനിമത്തിൽ നിന്ന് ഐ എൽ മാക്സിമത്തിലോട്ട് ലീനിയർലി ട്രയാങ്കുലർ വേവ് ഫോം ആണ്, ലീനിയർലി വേരി ചെയ്യുവാണ്. മൗണ്ടഡ് ഏത് ലൈനിൽ? I0 ആവറേജ് എന്ന് പറഞ്ഞ ലൈനിലാണ് ഇത് മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഐ എൽ കറണ്ട് മൗണ്ട് ചെയ്ത് I0 ആവറേജിന് സിമെട്രിക് ആയിട്ടുള്ള വേരിയേഷൻ ആണ്, ലീനിയർ വേരിയേഷൻ ആണ് ഇൻഡക്ടറിലുള്ള കറണ്ടിന്. ഓക്കെ, സോ എൽ ഇൻറ്റു ഡെൽറ്റ ഐ എൽ അല്ലെ, ഡി ഐ ബൈ ഡി ടി. ഡി ടി എന്തുവാണ്? ഡി ടി ആണ് ടൈം പീരീഡ് അല്ലെ? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഡി ടി നമുക്കിവിടെ ഡെൽറ്റ ടൈം പീരീഡ്, അതായത് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ? ഡി ടി ടൈം പീരീഡ് ആണിത്, അപ് ടു ഡി ടി ടൈം പീരീഡ് ആണിത് അല്ലെ? ഇത് ടോട്ടൽ ഇത് ഡി ടി ടൈം പീരീഡ് ആണ്. ദിസ് ഈസ് ടോട്ടൽ ടൈം പീരീഡ് ടി അല്ലെ? അപ് ടു ഡി ടി എന്താണ്? ലീനിയർലി ഇൻക്രീസിങ് ആണ് കറണ്ട് അല്ലെ ഇൻഡക്ടറിൽ. സോ എൽ ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി ഡി സി അല്ലെ? സോ ഡെൽറ്റ ഐ എൽ എന്തുവാ? നമുക്ക് ഡെൽറ്റ ഐ എൽ എങ്ങനെ കിട്ടി? നമുക്ക് ഡി താഴത്തെ ഡി മേളിപ്പം ഡി വി ഡി സി ബൈ എഫ് എൽ എന്ന് കിട്ടി അല്ലെ? ഡെൽറ്റ ഐ എൽ ഇങ്ങനെ കിട്ടി. ഡെൽറ്റ ഐ എല്ലിന്റെ വാല്യൂ എന്താണ്? ഡി എന്ന് പറയുന്നത് 0.5. വി ഡി സി എന്താണ്? 20 ആണല്ലേ? ഫ്രീക്വൻസി എത്ര? 500 അത് പറഞ്ഞിരിക്കുന്നത്, ഇൻറ്റു 2 മില്ലി ഹെൻറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 2 × 10⁻³ സോ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ എന്ത് വന്നു? 500 10 ആംപിയർ എന്ന് വന്നു അല്ലേ? സോ ഐ എൽ മാക്സിന്റെ ഇക്വേഷൻ എന്താണ്? മാക്സിമം എത്രയാണ്? ഡെൽറ്റ ഐ എൽ ബൈ 2. ഹാഫ് ആണ് താഴത്തുള്ള, ഹാഫ് ആണ് മേളിലുള്ള, ലീനിയർലി ഇൻക്രീസിങ് ആണ്. ഓക്കെ, I0 ആവറേജ് പ്ലസ് ഐ എൽ ആവറേജ് പ്ലസ് ഡെൽറ്റ ഐ എൽ ബൈ 2 എന്നാണ് അല്ല അതിന്റെ ഇക്വേഷൻ വരുന്നത്. സോ ഐ എൽ ആവറേജ് എത്ര നമുക്ക് കിട്ടി? 8 ആംപിയർ പ്ലസ് 10/25, അതായത് 13 ആംപിയർ ആണ് മാക്സിമം പീക്ക് ഇൻഡക്ടർ കറണ്ട് എന്ന് പറയുന്നത്. 13 ആംപിയർ ആണ് വരുന്നത് അല്ലേ? സോ ഇൻഡക്ടർ പീക്ക് കറണ്ട് 13 ആംപിയർ ഇവിടെ വരും അല്ലേ? 13 ഇവിടെയാണ്. പിന്നെ ഡെൽറ്റ ഐ എൽ എത്രയാണ് വന്നത്? 10 ആംപിയർ ആണ് അല്ലേ? 10 ആംപിയർ. സോ 13 to 3 നെഗറ്റീവ് പീക്ക് എന്ന് പറയുന്നത് 3, ഏറ്റവും മുകളിൽ 13 അല്ലേ? സോ ഡെൽറ്റ ഐ എൽ വാല്യൂ വന്നത് 10 ആണ്. I0 ആവറേജ് ആയിട്ട് വന്നത് ഐ എൽ ആവറേജ് ആയിട്ട് വന്നത് 8 ആംപിയർ അല്ലേ? ഐ എൽ ആവറേജ് ആട്ടോ, I0 ആവറേജ് അല്ല, ഐ എൽ ആവറേജ്. I0യും ഐ എൽ ആവറേജ് നമ്മളെ റിലേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഐ എൽ ആവറേജ് ഈസ് ഈക്വൽ ടു I0 ബൈ 1 - t. സോ ആവറേജ് കറണ്ട് വന്നിരിക്കുന്നത് 8 ആംപിയർ ആണ്. സോ 8 ആംപിയറിന്റെ ലീനിയർലി ഇൻക്രീസ് ചെയ്യുന്നു 13 വരെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് 8 - 5 3 വരെ പോകുന്നു. സോ കറക്റ്റ് അല്ലേ? ആൻസർ എത്രയാണ് വന്നത്? 13 ആംപിയർ എന്നാണ് ആൻസർ വന്നത്. ഓക്കെ, ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് ടു ദി നിയറസ്റ്റ് ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല. ഈ അനാലിസിസ് ചെയ്തിട്ടുള്ള ഇൻഡക്ടറുകളുടെ കറണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ട്രയാങ്കുലർലി വേരിയിങ് ആണ്. ഈ അനാലിസിസ് ബക്ക് കൺവെർട്ടറിലും ബൂസ്റ്റ് കൺവെർട്ടറിലും ചെയ്തിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് പ്രാക്ടീസിലൂടെ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? ഡെൽറ്റ ഐ എല്ലിന്റെ വാല്യൂ ഉറപ്പായിട്ടും നമുക്ക് അറിയായിരിക്കും അല്ലെ? ഡെൽറ്റ ഐ എൽ ഓർത്തിരിക്കുന്ന ഒരാൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള I0 ആവറേജും ഐ എൽ ആവറേജും നമ്മുടെ റിലേഷൻ എന്താണ്? ഡെൽറ്റ ഐ എൽ എന്താണ്? വി ഡി സി ബൈ എഫ് എൽ എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിയാവുന്ന ഒരാൾക്ക് 20 സെക്കൻഡ് മാക്സിമം അല്ലെ 10 സെക്കൻഡ് മാക്സിമം, അതുകൊണ്ട് ഇതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. എ സിംഗിൾ ഫേസ് ഫുൾ കൺട്രോൾ തൈറിസ്റ്റർ കൺവെർട്ടർ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനെ കുറിച്ചാണല്ലോ. ഓഫ് എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC motor with the following specifications. സോ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറിന്റെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് സബ്ജക്ട്സ് ഇവിടെ കമ്പൈൻ ചെയ്തിരിക്കുക. പവർ ഇലക്ട്രോണിക്സും മെഷീൻസും കമ്പൈൻ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ രണ്ട് കൺസെപ്റ്റും നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ? ഗേറ്റ് എന്ന് പറയുന്നത് സിമ്പിളി ഒരു എക്സാം അല്ല, ഒരു ആപ്ലിക്കേഷൻ ലെവൽ എക്സാം ആണ്. അതുകൊണ്ട് ഈ രണ്ട് പവർ ഇലക്ട്രോണിക്സും DC മെഷീൻസും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ റേറ്റഡ് ആർമേച്ചർ കറണ്ട് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ വോൾട്ടേജ് 210 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ആംപിയർ അല്ല, വോൾട്ട് ആണ്. 210 വോൾട്ട് ആണ് റേറ്റഡ് ആർമേച്ചർ വോൾട്ടേജ്. ഓക്കെ, പിന്നെ റേറ്റഡ് ആർമേച്ചർ കറണ്ട് 10 ആംപിയർ എന്ന് പറഞ്ഞാൽ റേറ്റഡ് സ്പീഡ് 1200 RPM. ആർമേച്ചർ റെസിസ്റ്റൻസ് 1 ohm. ഇൻപുട്ട് ടു കൺവെർട്ടർ ബ്രിഡ്ജ്, അതായത് AC ഇൻപുട്ട് 240 വോട്ടും 50 ഹെർട്സ് AC ഇൻപുട്ട് ആണ്.
കൺവെർട്ടറിലോട്ട് കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ എന്താ ചോദ്യം എന്താണ് ഇനി? ദി ആർമേച്ചർ ഓഫ് ദി DC motor is fed from the fully controlled bridge and the field current is kept constant. DC എന്താണ്? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, assume that the motor is running at 600 rpm and the armature terminal of the motor is suitably reversed for regenerative braking. അല്ലേ, ആർമേച്ചർ ടെർമിനലിൽ റിവേഴ്സ് കറണ്ട് സഞ്ചരിക്കുമ്പോൾ റിവേഴ്സ് ആയിട്ട് സഞ്ചരിക്കുമ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൊണ്ടാണ്. സോ DC മെഷീനിലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എങ്ങനെയാണ്? ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക. റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനെ കുറിച്ചൊക്കെ അറിയാവുന്നതാണ്. ഒരു ബേസിക് ഐഡിയ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ടെർമിനൽ ഇതാണ്, കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത്, EMF ഇവിടെയാണ്. സോ ബാക്ക് EMF വരുന്നത് ഇങ്ങനെയാണ് അല്ലേ, ബാക്ക് EMF വരുന്നത് ഇങ്ങനെയാണ്, കറണ്ട് സഞ്ചരിക്കുന്നത് ഇങ്ങോട്ടാണ് അല്ലേ. ഇനി റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആകുമ്പോൾ എന്താ, നമ്മൾ ഈ ടെർമിനൽ ആർമേച്ചർ ടെർമിനൽ നമ്മളൊരു റെസിസ്റ്റൻസിലോട്ട് കണക്ട് ചെയ്യും. സോ മോട്ടർ വിൽ ആക്ട് ആസ് എ ജനറേറ്റർ അല്ലേ, കറണ്ട് തിരിച്ചു പോകും. മോട്ടറിലോട്ട് വന്നുകൊണ്ടിരുന്ന കറണ്ട് തിരിച്ച് മോട്ടറിൽ നിന്ന് ജനറേറ്റർ പോലെ, ജനറേറ്റർ എങ്ങനെയാണ് കറണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, മോട്ടർ കറണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത്, ജനറേറ്റർ കറണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ മോട്ടറിലോട്ട് വന്നുകൊണ്ടിരുന്ന കറണ്ട് മോട്ടർ ഒരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ജനറേറ്ററിൽ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും അല്ലെ, ആർമേച്ചർ കറണ്ടിന്റെ ഡയറക്ഷൻ വിൽ റിവേഴ്സ്. അതാണ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ബ്രേക്കിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മോട്ടർ നിർത്താൻ വേണ്ടിയാണല്ലോ നമ്മൾ ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുന്നത്. സോ ടെർമിനൽ നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ തിരിയും. സോ നേരെ ഓപ്പോസിറ്റ് ആവും കറണ്ട് ഡയറക്ഷൻ അല്ലേ. സോ ഇത് നമ്മൾ എന്താണ്, ഒരു ഹൈ റെസിസ്റ്റൻസിലോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് മോട്ടർ നമ്മൾ നിർത്തുന്നത്. ഇതൊരു ഹൈ റെസിസ്റ്റൻസ്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ മാറ്റർ അല്ല, ഞാൻ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. കറണ്ട് റിവേഴ്സ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യൽ മാത്രമാണ് എൻ്റെ ഉദ്ദേശം, അല്ലാതെ DC മെഷീൻ പഠിപ്പിക്കലല്ല. റീജനറേറ്റീവ് ബ്രേക്കിംഗ് എല്ലാവർക്കും എന്താണെന്ന് അറിയാവുന്നതാണ്. സോ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, മോട്ടറിലോട്ട് വന്നുകൊണ്ടിരുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ തിരിഞ്ഞു, ജനറേറ്റർ ആയപ്പോൾ കറണ്ട് തിരിഞ്ഞു അല്ലെ, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആയി. സോ കറണ്ട് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഔട്ട്വേർഡ്സ് ആണ് ഫ്ലോ ചെയ്യുന്നത്. മോട്ടർ ആയിരുന്നപ്പോൾ ബാക്ക് EMF ആയ പോസിറ്റീവ് ടെർമിനലിലോട്ട് കറണ്ട് എൻറ്ററിങ് ആണ് ചെയ്യുന്നത്. ഇവിടെ കറണ്ട് റിവേഴ്സിംഗ് ആണ്. സോ മോട്ടർ ആയിരുന്നപ്പോൾ ടോർക്ക് എങ്ങോട്ടാ, ക്ലോക്ക് വൈസ് ടോർക്ക് നമുക്ക് എടുക്കാം അല്ലെ. ടോർക്ക് ഈസിക്കൽ ടു ടോർക്ക് ഡയറക്ട്ലി K∅Ia ആണ് അല്ലെ, IA ആണ്. സോ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആയപ്പോൾ ടോർക്ക് റിവേഴ്സ് ആയി അല്ലെ. ഇവിടെ മോട്ടറിങ് TA ക്ലോക്ക് വൈസ് ആയിരുന്നുവെങ്കിൽ ജനറേറ്റിംഗ് ആക്ഷൻ വരുമ്പോൾ എന്താണ്, തിരിച്ചു കറങ്ങും അല്ലെ, റിവേഴ്സ് ആകും TA അല്ലെ. കാരണം കറണ്ടിന്റെ ഡയറക്ഷൻ തിരിഞ്ഞു, ടോർക്ക് ഈസിക്കൽ -K∅Ia അല്ലെ. കറണ്ട് ഡയറക്ഷൻ തിരിയുമ്പോൾ ടോർക്കിന്റെ ഡയറക്ഷൻ റൊട്ടേഷൻ തിരിയും, ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അല്ലെ. ഇഫ് ദ ആർമേച്ചർ കറണ്ട് ഓഫ് ദ മോട്ടർ ഈസ് ടു ബി മെയിൻറ്റൈൻഡ് അറ്റ് ദ റേറ്റൽ വാല്യൂ, ദ ട്രിഗറിംഗ് ആംഗിൾ ഓഫ് ദി കൺവെർട്ടർ ബ്രിഡ്ജ് ഇൻ ഡിഗ്രി ഷുഡ് ബി. സോ ഇനി നമുക്ക് പവർ ഇലക്ട്രോണിക്സിന്റെ പെർസ്പെക്റ്റീവ് പറയുവാണെങ്കിലോ, പവർ ഇലക്ട്രോണിക്സിന്റെ പെർസ്പെക്റ്റീവിൽ ഇപ്പം നമ്മുടെ റെക്ടിഫയർ AC കൺവേർട്ട് ചെയ്ത് DCയിലോട്ട് നമ്മൾ പവർ സോഴ്സിൽ നിന്ന് ലോഡിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ റെക്ടിഫയിങ് ആക്ഷൻ ആണ് അല്ലെ. മറിച്ച് പവർ ലോഡിൽ നിന്ന് സോഴ്സിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിലോ ഇൻവേർഷനാണ് സംഭവിക്കുന്നത് അല്ലെ, RLE ലോഡിലാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ മോട്ടറിനെ RLE ലോഡായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ. പവർ ഇലക്ട്രോണിക്സിൽ ഒരു DC മോട്ടർ ഉണ്ടെങ്കിൽ, DC മോട്ടറാണ് നമുക്ക് വോൾട്ടേജ് സപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മളൊരു RLE ലോഡായിട്ടാണ് അല്ലെ, റെസിസ്റ്റർ ഇൻഡക്റ്റൻസ് ബാക്ക് EMFനെയാണ് നമ്മൾ ആയിട്ട് പറയുന്നത്. സോ RLE ലോഡായിട്ടാണ് നമ്മളൊരു മോട്ടർ ലോഡിനെ കണക്കാക്കുന്നത് അല്ലെ. സോ നമുക്കത് എങ്ങനെ എടുക്കാം, ഈ ഇൻവേർഷൻ ആക്ഷൻ നടക്കുന്നത്, അതായത് പവർ വിൽ ഫ്ലോ ബാക്ക് ഫ്രം ലോഡ് ടു സോഴ്സ്. സോ ഇൻവേർഷൻ ആക്ഷൻ നടക്കുന്നത്, റെക്ടിഫയിങ് ആക്ഷൻ അല്ല, ഇൻവേർഷൻ ആക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. DC മെഷീനും പവർ ഇലക്ട്രോണിക്സും കമ്പൈൻ ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ റെക്ടിഫയർ ഉണ്ട് ഇവിടെ അല്ലെ, റെക്ടിഫയിങ് ആക്ഷൻ നടക്കുന്നുണ്ട്. എന്നാൽ പവർ തിരിച്ച് ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ്, ഇൻവേർഷൻ ആക്ഷൻ ആകും അല്ലെ. ഇതൊരു RLE മോട്ടർ ആകുമ്പോൾ എന്താ, RLE ലോഡാണ് അല്ലെ, നമുക്കറിയാവുന്നതാണ്. സോ ഇത് AC, ഇത് DC. പവർ ഇങ്ങോട്ടാ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ എന്താണ്, റെക്ടിഫിക്കേഷൻ നടക്കുന്നത് അല്ലെ, റെക്ടിഫിക്കേഷൻ ആണ്.
റെക്ടിഫിക്കേഷൻ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് ആവറേജ് വി സീറോ ആവറേജ് എന്താണ്? വി സീറോ ആവറേജ് നമുക്ക് RLE ലോഡിൽ നമുക്ക് എന്ത് എഴുതാം? വി സീറോ ആവറേജ് ഈസ് ഈക്വൽ ടു I0R പ്ലസ് ഇ എന്ന് എഴുതാം അല്ലെ. കറണ്ട് ഫ്ലോ ചെയ്യുവാണ് ഫ്രം സോഴ്സ് ടു ലോഡ് അല്ലെ. ഇനി നേരെ മറിച്ച് ഇൻവേഴ്സ് ആക്ഷൻ, ഇപ്പൊ റീജനറേറ്റീവ് ബ്രേക്കിൽ ഞാൻ പറഞ്ഞു കറണ്ട് ഡയറക്ഷൻ തിരിയുമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. കറണ്ട് ഡയറക്ഷൻ തിരിയും എന്ന് വെച്ചാൽ എന്താണ്? എന്താ ബാക്ക് EMF തിരിയുന്നതാണ് അല്ലെ. നമുക്ക് ഇൻവേഴ്സ് ആക്ഷൻ എടുക്കുമ്പോൾ എന്താ ബാക്ക് EMF തിരിയുന്നതാണ്. സോ ബാക്ക് EMFന്റെ പൊളാരിറ്റി തിരിയുമ്പോൾ എന്താണ്? കറണ്ട് വിൽ ഫ്ലോ ഫ്രം ലോഡ് ടു സോഴ്സ് അല്ലെ. പവർ വിൽ ഫ്ലോ ഫ്രം ലോഡ് ടു സോഴ്സ്. സോ ഇൻവേഴ്സ് ആക്ഷൻ ആണ്. നമ്മുടെ കൺവെർട്ടർ ആട്ടോ. ഇവിടെ നമുക്ക് AC സപ്ലൈ ഉണ്ട്, 240 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ ഉണ്ട്. ഓക്കെ, സോ എന്താണ്? ബാക്ക് EMFന്റെ പൊളാരിറ്റി തിരിച്ചെടുക്കണം. റീജനറേറ്റീവ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻവേർഷൻ മോഡ് അല്ലെ. സോ പവർ വിൽ ഫ്ലോ ബാക്ക് ഫ്രം ലോഡ് ടു സോഴ്സ്. ഓക്കെ, DC AC ഇൻവേർഷൻ ആക്ഷൻ ഇവിടെ നടക്കുന്ന അല്ലെ. കറണ്ട് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഔട്ട് ഗോയിങ് ആണ്. നേരത്തെ കറണ്ട് പോസിറ്റീവ് ടെർമിനലിലോട്ട് വരുമായിരുന്നു, ഇൻവേർട്സ് ആയിരുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ പവർ വിൽ ഫെഡ് ബാക്ക് ഫ്രം ലോഡ് ടു സോഴ്സ്. ഓക്കെ, 50 ഹെർട്സ്. അപ്പം ഇനി ഇൻവേർഷൻ മോഡിൽ വി0 ആവറേജ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? I0R മൈനസ് ഇ എന്ന് നമ്മൾ എഴുതുന്നത് അല്ലെ. ഇൻവേർഷൻ മോഡ് ആകുമ്പോൾ എന്താ? I0R മൈനസ് ഇ എന്ന്. ഇത് റെക്ടിഫിക്കേഷൻ മോഡും ഇത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇൻവേർഷൻ മോഡുമാണ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ബേസിക്. ഇനി നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോർമുല അറിയാമെങ്കിൽ വി0 ആവറേജ് ഫുള്ളി കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ വി0 ആവറേജിന്റെ ഫോർമുല അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ വി0 ഈസ് ഈക്വൽ ടു I0R പ്ലസ് ഇ എന്ന് പറയുന്നത് എന്താണ്? റെക്ടിഫിക്കേഷൻ മോഡാണ് അല്ലെ. റെക്ടിഫിക്കേഷൻ മോഡാണ് ഓഫ് RLE ലോഡ് അല്ലെ. RLE ലോഡിന്റെ റെക്ടിഫിക്കേഷൻ മോഡാണ്. ഇനി വി0 ആവറേജ് I0R മൈനസ് ഇ ആണെങ്കിൽ ഇൻവേർഷൻ മോഡാണ് അല്ലെ. RLE ലോഡിന്റെ ഇൻവേർഷൻ മോഡാണ്. ഇനി ഫസ്റ്റ് കേസ് എന്താണ്? ടെർമിനൽ വോൾട്ടേജ് എന്താ? ടെർമിനൽ വോൾട്ടേജ് അതായത് VT ടെർമിനൽ വോൾട്ടേജ് ഉണ്ട്, ബാക്ക് EMF ഉണ്ട്. ഫസ്റ്റിൽ നമുക്ക് EMF കണ്ടുപിടിക്കണം അല്ലെ. ബാക്ക് EMF എത്രയെന്ന് കണ്ടുപിടിക്കണം. സോ ബാക്ക് EMF ഫിസിക്കൽ ടു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ ആണ്. അതിന്റെ സർക്യൂട്ട് ഡയഗ്രം ഒക്കെ ഓർമ്മയുണ്ടല്ലോ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ ആണ്. റേറ്റഡ് കറണ്ട് എന്ന് പറയുന്നുണ്ട്, ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നുണ്ട്, ബാക്ക് EMF കണ്ടുപിടിക്കണം നമുക്ക്. സോ ഈസിക്കൽ ടു VT മൈനസ് IAR അല്ലെ. സോ VT എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 210 ആണ്. മൈനസ് റേറ്റഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ 10 ആംപിയർ ആണ്. റെസിസ്റ്റൻസ് ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആണ് തന്നിരിക്കുന്നത്. സോ ബാക്ക് EMF നമുക്ക് 200 വോൾട്ട് എന്ന് കിട്ടി അല്ലെ. 200 വോൾട്ട് എന്ന് കിട്ടുമ്പം റേറ്റഡ് വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ റേറ്റഡ് സ്പീഡ് എത്രയാണ് തന്നിരിക്കുന്നത്? സോ ആർമേച്ചർ വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജ് 210 ആണെങ്കിൽ റേറ്റഡ് സ്പീഡ് എത്ര തന്നിരിക്കുന്നത്? 1200 ആണ് അല്ലെ. ഇനി നമുക്കറിയാം മോട്ടറിൽ ജനറേറ്ററിൽ എന്താണ്? ഈ DC മെഷീൻസിന്റെ ഹാർട്ട് ആയിട്ടുള്ള റിലേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു RPM അല്ലെ. E ഈസിക്കൽ ടു K∅ω സ്പീഡ് റിലേഷൻ ഇതാണ് അല്ലെ. ബാക്ക് EMF ഇസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു റൊട്ടേഷൻ സ്പീഡ് അല്ലെ. സോ ബാക്ക് EMF ആദ്യത്തെ E എന്ന് പറയുന്നത് എന്താ? ബാക്ക് EMF 200 വോൾട്ട് ആണ്. സോ സ്പീഡ് എത്ര? 1200 RPM ആണ് അല്ലെ. സോ ഇനി പറയുന്നുണ്ട്, ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത് എന്താ? അസ്യൂം ദാറ്റ് ദി മോട്ടർ ഈസ് റണ്ണിങ് അറ്റ് 600 RPM ആൻഡ് ദി ആർമേച്ചർ ടെർമിനൽസ് ഓഫ് ദി മോട്ടർ ആർ സ്യൂട്ടബിളി റിവേഴ്സ്. റീജനറേറ്റീവ് ആക്ഷൻ നടക്കുമ്പം RPM എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 600 RPM എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ ഈ ടൈമിൽ ബാക്ക് EMF എന്തായിരിക്കും? E2 എന്തായിരിക്കും? 200 വോൾട്ടിൽ 1200 RPM ആണെങ്കിൽ 600 RPM E2 എന്തായിരിക്കും? ഇയും എന്നും കൂടി എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെ. സോ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? E2 ഈസിക്കൽ 100 വോൾട്ട് എന്ന് വരും അല്ലെ. ഇവിടെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് ആവറേജ് അതായത് സിംഗിൾ ഫേസ് കൺട്രോൾ റെക്ടിഫയറിന്റെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് സിമ്പിൾ ആയിട്ട് ഇനി ചെയ്തെടുക്കാം അല്ലെ. സോ 100 വോൾട്ട് എന്ന് കിട്ടി, ബാക്ക് EMF 100 വോൾട്ട് എന്ന് കിട്ടി. ഇനി എന്താണ്? ഇനി ഇൻവേർഷൻ മോഡാണ് അല്ലെ. ഇൻവേർഷൻ മോഡിലെ റീജനറേറ്റീവ് ആക്ഷൻ ഇൻവേർഷൻ മോഡാണ് ചോദിച്ചിരിക്കുന്നത്. വി0 ആവറേജ് ഈസിക്കൽ I0R മൈനസ് ഇ ആണ് അല്ലെ. I0 എന്ന റേറ്റഡ് കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ.
റേറ്റഡ് കറണ്ട് തന്നെ ഫ്ലോ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ക്വസ്റ്റ്യൻ എന്താണ് ഒന്നുകൂടി വായിച്ചേ. ഇഫ് ദി ആർമേച്ചർ കറണ്ട് ഓഫ് ദി മോട്ടർ ഇസ് ടു ബി മെയിൻറ്റൈൻഡ് അറ്റ് ദി റേറ്റഡ് വാല്യൂ, റേറ്റഡ് കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ -100. സോ സിംഗിൾ ഫേസ് കൺട്രോൾ റെക്ടിഫയറിന്റെ V0 ആവറേജ് എത്രയാ? V0 ആവറേജ് എന്താ? V0 ആവറേജ് എന്താണ്? 2Vm/π cos ആൽഫ എന്നല്ലേ വരിക അല്ലേ? V0 ആവറേജിന്റെ ഇക്വേഷൻ എന്താ? 2Vm/π cos ആൽഫ അങ്ങനെയല്ലേ വരിക. സോ 240 വോൾട്ട് നമുക്ക് ഇൻപുട്ട് തന്നിരിക്കുന്ന RMS വാല്യൂ ആണ്. അതൊക്കെ ഓർമ്മയുണ്ടാണ് കേട്ടോ. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ് മാർക്ക് കളയുന്നത് നമ്മുടെ അല്ലേ. സോ എസെൻഷ്യലി 240 വോട്ട് 50 ഹെർട്സ് എന്ന് തന്നിരിക്കുന്നത് അതെന്താണ്? RMS വാല്യൂ ആണെന്നുള്ള ഓർമ്മ ഉണ്ടാകണം നമുക്ക്. സോ V0 ആവറേജ് എന്ന് പറയുന്നത് 2 × 240√2/π cos ആൽഫ ഈസിക്കൽ ടു 10 - 100 എന്താ? -90 ഇല്ലേ? ഇവിടെ ആൽഫ കണ്ടുപിടിക്കാൻ പറ്റൂലേ? ഈ റിലേഷൻ ആൽഫ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ അൺനോൺ ആയിട്ടുള്ള. സോ ആൽഫ ഈസിക്കൽ ടു നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 114.58 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. ഓക്കെ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് റേഞ്ച് ഉണ്ട്. നമുക്ക് 113 113 ഡിഗ്രി തൊട്ട് 116 ഡിഗ്രി 116 ഡിഗ്രി വരെ എഴുതിയാൽ ഇതിനുള്ളിലാണ് നിങ്ങളുടെ ഉത്തരവെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുന്നതാണ്. ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെയാണ് എക്സാക്ട് മെത്തേഡ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. DC മെഷീനും പവർ ഇലക്ട്രോണിക്സ് കൺസെപ്റ്റും കൂടി കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടല്ലോ. പിന്നെ സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾ റെക്ടിഫയറിന്റെ V0 ആവറേജ് എന്താണ് അറിഞ്ഞിരിക്കണം. ഓക്കെ അതൊക്കെ അറിഞ്ഞിരിക്കുവാണെങ്കിൽ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന 1 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ക്വസ്റ്റ്യനേ ഇതുള്ളൂ. ഇത്തിരി കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ വരുന്ന റീജനറേറ്റീവ് ബ്രേക്കിംഗിൽ EMF തിരിയും എന്നുള്ളതാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ തിരിയും. ബിക്കോസ് നമ്മൾ ആർമേച്ചർ ടെർമിനൽ റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ തിരിയും എന്നുള്ളതാണ് ഇവിടെ DC മെഷീന്റെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ സ്പീഡ് ഉള്ളത്, സ്പീഡ് അടുത്ത സ്പീഡിലോട്ട് പകുതി സ്പീഡിലോട്ട് പോകുമ്പോൾ ബാക്ക് EMFും പകുതിയാകും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റിലേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. ഇത് എല്ലാവരും DC മെഷീൻ പഠിച്ച എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകാവുന്ന ഒരു റിലേഷനാണ് E = K5 ω എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണത്. സോ ഇനി ഇൻവേർഷൻ മോഡും റെക്ടിഫിക്കേഷൻ മോഡിൽ പവർ പോകുന്നത് സോഴ്സ് ടു ലോഡ് ആണെങ്കിൽ ഇൻവേർഷൻ മോഡിൽ പവർ പോകുന്നത് ലോഡ് ടു സോഴ്സ് ആണ്. അതും കൂടി മനസ്സിലാക്കിയാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഇനി ഇതൊരു ബേസിക് നമുക്കിത് പറയാം പവർ ഇലക്ട്രോണിക്സ് ആണെന്നും പറയാം അല്ലെങ്കിൽ സർക്യൂട്ട്സ് ആണെന്നും പറയാം. ഓക്കെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻപുട്ട് പവർ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. ദ ഇൻപുട്ട് വോൾട്ടേജ് V(t) ആൻഡ് ദ കറണ്ട് I(t) ഓഫ് എ കൺവെർട്ടർ ആർ ഗിവൺ ബൈ V(t) = 300 sin ωt, I(t) = 10 sin ωt മൈനസ്. സോ ഹാർമോണിക്സ് തന്നിരിക്കുന്നത് അല്ലേ. തേർഡ് ഹാർമോണിക്സും ഉണ്ട്, ഫിഫ്ത്ത് ഹാർമോണിക്സും ഉണ്ട് കറണ്ടിൽ അല്ലേ. ഫണ്ടമെന്റലിന്റെ കൂട്ടത്തിൽ കറണ്ടിന്റെ ഇൻപുട്ട് കറണ്ടിന്റെ വേവ് ഫോമിൽ ഫണ്ടമെന്റലിന്റെ കൂട്ടത്തിൽ തേർഡ് ഹാർമോണിക്സും ഫിഫ്ത്ത് ഹാർമോണിക്സും കൂടിയുണ്ട്. വേർ ω = 2π × 50 rad/s. ദ ഇൻപുട്ട് പവർ ഫാക്ടർ ഓഫ് ദി കൺവെർട്ടർ ഈസ് ക്ലോസ് ടു. സോ ഇൻപുട്ട് പവർ ഫാക്ടർ ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? IPF എന്താണ് നമുക്കറിയാം. ഇൻപുട്ട് പവർ ഫാക്ടർ എന്ന് പറയുന്ന ഡിസ്റ്റോർഷൻ ഫാക്ടർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ആണല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടറും ഡിസ്റ്റോർഷൻ ഫാക്ടറും ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് പവർ ഫാക്ടർ കിട്ടും അല്ലേ. ഇനി ഡിസ്റ്റോർഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ടമെന്റൽ RMSഉം ടോട്ടൽ RMSഉം തമ്മിലുള്ള റിലേഷൻ ആണല്ലേ. കറണ്ടിന്റെ ഫണ്ടമെന്റൽ കറണ്ടും ടോട്ടൽ കറണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ് ഡിസ്റ്റോർഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ കറണ്ട് ആൻഡ് വോൾട്ടേജ് അല്ലേ. നമുക്ക് സപ്ലൈ വോൾട്ടേജ് തന്നിരിക്കുന്നത് എത്രയാണ്? V(t) 300 sin ωt എന്നാണ്. ഫണ്ടമെന്റൽ കറണ്ട് എത്രയാണ്? 10 sin ωt മൈനസ് π/6. സോ ഫേസ് ഡിഫറൻസ് എത്രയാണ് വരുന്നത്? π/6. 30 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് വോൾട്ടേജും കറണ്ടും തമ്മിൽ വരുന്നത് അല്ലേ. സോ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാവുന്ന ഫണ്ടമെന്റൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ 30 ഡിഗ്രിയാണ്, π/6 ആണ് വാല്യൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇൻപുട്ട് പവർ ഫാക്ടർ. ഇൻപുട്ട് പവർ ഫാക്ടർ കിട്ടുമെങ്കിൽ നമുക്ക് ഇനി ഡിസ്റ്റോർഷൻ ഫാക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ സോ തേർഡ് ഹാർമോണിക്സും ഉണ്ട്, ഫിഫ്ത്ത് ഹാർമോണിക്സും ഉണ്ട്, ഫണ്ടമെന്റൽ ഹാർമോണിക്സ് ഉണ്ട് അല്ലേ. സോ I(1)(t) എത്രയാണ് തന്നിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഹാർമോണിക്സ് എത്ര? 10 sin ωt മൈനസ് π/6. 30 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ഹാർമോണിക്സ് എത്രയാണ് വന്നിരിക്കുന്നത്? അതിന്റെ പീക്ക് വാല്യൂ 2 sin ωt പ്ലസ് π/6. ഓക്കെ പ്ലസ് π/6 ആണ്.
ഇനി ഫിഫ്ത്ത് ഹാർമോണിക്സ് എത്രയാണ്? ഫിഫ്ത്ത് ഹാർമോണിക്സിന്റെ വാല്യൂ എത്രയാണ്? 1 ആണല്ലേ. സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഓക്കെ, സോ ഫസ്റ്റ് ഫണ്ടമെന്റൽ ആണ്, ഇത് തേർഡ് ഹാർമോണിക്സ് ആണ്, ഇത് ഫിഫ്ത്ത് ഹാർമോണിക്സ് ആണ്. ഓക്കെ, സോ IRMS എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കറണ്ടിന്റെ RMS എങ്ങനെ കണ്ടുപിടിക്കാം? I1 RMS സ്ക്വയർ പ്ലസ് I3 RMS സ്ക്വയർ പ്ലസ് I5 RMS. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റിലേഷൻ ആണല്ലേ, ദ ഹോൾ റൂട്ട്. ഇതല്ലേ IRMS കണ്ടുപിടിക്കുക? 10/√2 അല്ലെ, പീക്ക് വാല്യൂ ആണെങ്കിൽ 10/√2 ഹോൾ സ്ക്വയർ പ്ലസ് തേർഡ് ഹാർമോണിക്സ് എത്രയാണ്? 2/√2 ഹോൾ സ്ക്വയർ പ്ലസ് 1/√2 ഹോൾ സ്ക്വയർ അല്ലെ, ദ ഹോൾ റൂട്ട്. ഇതിന്റെ വാല്യൂ എത്ര വന്നു? IRMSന്റെ വാല്യൂ എത്ര വന്നു? ഇൻപുട്ട് കറണ്ടിന്റെ RMS വാല്യൂ എത്ര വന്നു? 7.245 ആംപിയർ എന്ന് വന്നു അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കിനി ഡിസ്റ്റോർഷൻ ഫാക്ടർ കണ്ടുപിടിക്കാം അല്ലെ. ഇൻപുട്ട് പവർ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഇനി നമുക്ക് ഡിസ്റ്റോർഷൻ ഫാക്ടർ കണ്ടുപിടിക്കാം. ഫണ്ടമെന്റൽ RMS എത്രയാണ്? I1 RMS ബൈ ടോട്ടൽ RMS അല്ലെ, IRMS. ഇതാണ് ഡിസ്റ്റോർഷൻ ഫാക്ടറിന്റെ ഫോർമുല, 10/√2 അല്ലെ. I1 ഫണ്ടമെന്റൽ RMS എത്രയാണ്? 10/√2 ആണ്. ടോട്ടൽ RMS എത്ര? 7.245 ആണ്. സോ വാല്യൂ വരുന്നത് 0.976 എന്നാണ് ഡിസ്റ്റോർഷൻ ഫാക്ടറിന്റെ വാല്യൂ വരുന്നത്. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ എത്രയാണ്? ഡയറക്റ്റ് ഒരു സർക്യൂട്ട് ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ. IRMS കണ്ടുപിടിക്കാൻ ഈ ഇൻപുട്ട് പവർ ഫാക്ടറിന്റെ റിലേഷനും IRMSും കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. 1 മാർക്ക് കിട്ടും നിങ്ങൾക്ക്. 1 മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കൊക്കെ. ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ഈസിക്കൽ ടു എന്ത് വന്നു? നമ്മൾ നേരത്തെ എഴുതിയല്ലേ, π/6 30 ഡിഗ്രി ആണല്ലേ. സോ പവർ ഫാക്ടർ എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാ? π/6 കോസ് π/6 എത്രയാണ് അല്ലേ. ഫണ്ടമെന്റൽ കറണ്ടും വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജും ആയിട്ടുള്ള പവർ ഫാക്ടർ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അല്ലെ. കോസ് π/6 എത്രയാണ്? കോസ് 30 എത്രയാണ്? 0.866 ആണ് അല്ലെ. സോ ഇനി ഇൻപുട്ട് പവർ ഫാക്ടർ എത്രയാണ്? ഡിസ്റ്റോർഷൻ ഫാക്ടർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ അല്ലെ. (0.976 into 0.866) വാല്യൂ എത്ര വന്നു? 0.845 എന്ന വാല്യൂ വന്നു. നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിച്ചു നോക്കിയേ, ഡെസിമൽ പോയിന്റ് എല്ലാം ഏകദേശം അടുത്തടുത്താണ്. ഒന്ന് നോക്കിയേ, 0.845, 0.867, 0.887. കണ്ടോ? തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് അവർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ട്രാപ്പിൽ വീഴാൻ പാടില്ല. സോ 0.845 എന്ന് പറഞ്ഞ ഉത്തരമാണ് നമുക്കിവിടെ കിട്ടുന്നത്, ആൻസർ ആണ് കിട്ടുന്നത്. സി, അവർ ഇന്റൻഷനലി 0.866 എന്ന വാല്യൂ കൂടി എന്താണ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിൽ, നമ്മൾ അറിയാതെ. അതായത് കോസ് π/6, കോസ് 30 എന്ന് പറഞ്ഞ 0.866 ആ വാല്യൂലൊന്നും കയറി കുത്തരുത്. സോ 0.845 ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, കറക്റ്റ് ഉത്തരം അതാണ്. ഇതിനകത്ത് നമുക്ക് 1 എന്ന് പറയുമ്പോൾ ഈ ഹാർമോണിക്സ് വരുന്നത് കൊണ്ടും ഫേസ് ഡിഫറൻസ് ഉള്ളത് കൊണ്ടും നമുക്ക് ഈ ഓപ്ഷൻ ഡി ആയ 1 ഒരിക്കലും അല്ല. 1 നമുക്ക് കാണുമ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാം അല്ലേ. 1 നമുക്ക് കാണുമ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാം. ബാക്കി മൂന്ന് ഓപ്ഷൻസിൽ നമ്മൾ ഇത് പ്രിസൈസ് ആയതുകൊണ്ട്, അതായത് ഡെസിമൽ പോയിന്റ് വരെ അവർ 3 ഡെസിമൽ പോയിന്റിൽ 2 എണ്ണം വരെ അവർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കണം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ആക്യുറസി ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് the average voltage V0 is equal to 401 plus cos alpha minus by 3, where alpha is the firing angle if the power dissipated in the resistor is 64 volt. Okay, ഡയഗ്രം ഇതാണ്. RLE ലോഡാണ്. റെക്ടിഫയറിന്റെ ചോദ്യമാണിത്. സോ ഇഫ് ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ is 64 volt, then the closest value of alpha index, പകരം ഫയറിംഗ് ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ V0 ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്, അതിനകത്ത് കോസ് ആൽഫ ഫയറിംഗ് ആംഗിൾ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇതൊരു റെക്ടിഫയർ ആണ്. എന്ത് റെക്ടിഫയർ ആണ്? 3 ഫേസ് ആണോ സിംഗിൾ ഫേസ് ആണോ എന്നൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. നമുക്ക് ലോഡ് തന്നിട്ടുണ്ട്. ആൽഫ കണ്ടുപിടിക്കാനായിട്ടുള്ള V0 ആവറേജ്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ V0യുടെ എന്താണ് റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ആൽഫ കണ്ടുപിടിച്ചാൽ മതി. അല്ലാതെ V0 നമുക്ക് ഇവിടെ ഡിറൈവ് ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല.
V0 നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കണമെങ്കിൽ ഏത് റെക്ടിഫയർ ആണ്, സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ ബ്രിഡ്ജ് ആണോ അല്ല എന്താണ് ഫുള്ളി കൺട്രോൾഡ് ആണോ സെമി കൺട്രോൾഡ് ആണോ അൺകൺട്രോൾഡ് ആണോ എന്നൊക്കെ അറിഞ്ഞാലേ നമുക്ക് V0 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മറിച്ച് ഈ ചോദ്യത്തിൽ നമുക്ക് ആൽഫ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഡയറക്റ്റ് V0യുടെ ഇക്വേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ലോഡിനെ സംബന്ധിക്കുന്ന RLE ലോഡിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, ഔട്ട്പുട്ട് കറണ്ട് കണ്ടുപിടിച്ച നമുക്ക് എന്താണ് ഔട്ട്പുട്ട് ആവറേജ് വോൾട്ടേജ് കിട്ടും. ഔട്ട്പുട്ട് ആവറേജ് വോൾട്ടേജ് കിട്ടിയ നിങ്ങൾ ചിന്തിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ഔട്ട്പുട്ട് കറണ്ട് RLE ലോഡാണ്, ഔട്ട്പുട്ട് കറണ്ട് കിട്ടിയാൽ RLE ലോഡാണ്, നമുക്ക് ഔട്ട്പുട്ട് ആവറേജ് വോൾട്ടേജ് കിട്ടും. ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിയ പിന്നെ ആ തന്നിരിക്കുന്ന ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. 1 ലക്ഷത്തിലോട്ട് വേണമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ കറണ്ട് കണ്ടുപിടിക്കാനാണ് നമുക്ക് പവർ ഡിസിപ്പേറ്റഡ് ഇൻ റെസിസ്റ്റർ 64 വാട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, സോ 64 വാട്ട് നമുക്ക് തന്നിരിക്കുന്നത് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. സോ V0 ആവറേജ് എന്താ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? V0 ആവറേജ് ഇസിക്കൽ ടു 400 1 പ്ലസ് കോസ് ആൽഫ ബൈ 3 വാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ V0 എന്താ I0R. ഇത് എസെൻഷ്യലി എന്താണ്? കറണ്ട് ഈസ് ഫ്ലോയിങ്, എന്താണ് പവർ ഈസ് ഫ്ലോയിങ് ഫ്രം സോഴ്സ് ലോഡാണ്. സോ ഇതൊരു റെക്ടിഫിക്കേഷൻ മോഡാണ് അല്ലേ, റെക്ടിഫിക്കേഷൻ മോഡാന്ന് പറയുന്നുണ്ട് ഇത്. ഓക്കെ, പറയുന്നുണ്ട് ദ ലോഡ് ഇഫ് ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ 64 വോൾട്ട്. സോ ഇവിടെ എന്താണ്? ഇതൊരു റെക്ടിഫിക്കേഷൻ മോഡാണ് അല്ലേ, റെക്ടിഫിക്കേഷൻ മോഡാണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ I0R പ്ലസ് C എന്നാ വരുന്നത് അല്ലേ, റെക്ടിഫിക്കേഷൻ മോഡാണ്. ഓക്കെ, സോ I0 സ്ക്വയർ R ഈസിക്കൽ 64 എന്ന് പറയുന്നുണ്ടല്ലേ. ആറിന്റെ വാല്യൂ എത്ര? 1 ആണല്ലേ. സോ ഔട്ട്പുട്ട് കറണ്ട് സ്ക്വയർ ഇൻറ്റു 1 ഈസിക്കൽ 64. സോ I0ന്റെ വാല്യൂ എത്ര കിട്ടി? 8 ആംപിയർ എന്ന് കിട്ടി അല്ലേ, 8 ആംപിയർ എന്ന് കിട്ടി നമുക്ക്. സോ V0 എന്താണ്? V0 ഈസിക്കൽ ടു I0 8 ഇൻറ്റു 1 പ്ലസ് ഈ എത്രയാണ്? 500 എന്ന് തന്നിട്ടുണ്ടല്ലേ. സോ V0 അതായത് ഔട്ട്പുട്ട് ആവറേജ് വോൾട്ടേജ് നമുക്ക് 508 എന്ന വാല്യൂ കിട്ടിയിരിക്കുകയാണ്. ഇനി ഈ വാല്യൂവും V0 ആവറേജ് തന്നിരിക്കുന്ന ഇക്വേഷനായിട്ട് എന്താണ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടുന്നതാണ്. സോ V0 ആവറേജ് എത്രയാണ്? 508 ഇസിക്കൽ ടു 400 1 പ്ലസ് കോസ് ആൽഫ ബൈ 3 അല്ലേ. ഇതിൽ ഇനി ആൽഫ മാത്രമേ ഈ ഇക്വേഷനിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ളൂ. സോ ആൽഫ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? 35.9 ഡിഗ്രി എന്ന് വരും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ. ഓക്കെ, കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, ഗേറ്റ് കാൽക്കുലേറ്റർ ഉണ്ട് നമുക്ക്. നിങ്ങൾ ഈ ഗേറ്റ് എക്സാമിന് അടുത്ത സന്ദർഭത്തിലുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഈ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, നമ്മൾ കുത്തുന്ന നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ, അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഗേറ്റ് കാൽക്കുലേറ്ററിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. ഫോണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഗേറ്റ് കാൽക്കുലേറ്റർ. ഓക്കെ, ഗേറ്റ് കാൽക്കുലേറ്റർ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഗേറ്റ് കാൽക്കുലേറ്റർ. ആ ഗേറ്റ് കാൽക്കുലേറ്ററിൽ തന്നെ നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്യണം, വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന പോലെ അല്ല ഗേറ്റ് കാൽക്കുലേറ്റർ, കുറച്ച് വ്യത്യാസം ഉണ്ട് അതിനകത്ത്. സോ പരീക്ഷ ഒറ്റടിക്ക് ചെന്ന് നിന്നിട്ട് ഉപയോഗിച്ച് നോക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാളിപ്പോവും, മനസ്സിലാകത്തില്ല. ആ ടൈമിൽ എന്താണ് ആ 3 അവർ വളരെ ക്രൂഷ്യലാണ്, നമ്മൾ പാനിക്കിലായിരിക്കും, ടെൻഷനായി പോകും. സോ ഗേറ്റ് കാൽക്കുലേറ്റർ നിങ്ങൾ ഈ ഗേറ്റ് അടുത്ത ഒരു 3-4 മാസം ഇപ്പം നിങ്ങൾ ഗേറ്റ് കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുക. ഫോണിൽ ഗേറ്റ് കാൽക്കുലേറ്റർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഗേറ്റ് കാൽക്കുലേറ്റർ തന്നെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. സയന്റിഫിക് കാൽക്കുലേറ്റർ അങ്ങോട്ട് മാറ്റി വെക്കുക. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ സർക്യൂട്ട് വിത്ത് ഐഡിയൽ ഡിവൈസസ്, സ്വിച്ചസ് ഒക്കെ ഐഡിയൽ ആണെന്നാണ് പറയുന്നത്. ഐഡിയൽ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ സ്വിച്ചിൽ പവർ ഡിസിപ്പേഷൻ ഇല്ല. ദ പവർ മോസ്ഫെറ്റ് ഈസ് ഓപ്പറേറ്റഡ് വിത്ത് എ ഡ്യൂട്ടി സൈക്കിൾ ഓഫ് 0.4 ഇൻ എ സ്വിച്ചിങ് സൈക്കിൾ വിത്ത് ഡ്യൂട്ടി സൈക്കിൾ 0.4 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത് I ഈസിക്കൽ ടു, സോ എന്താണ് കറണ്ട് സോഴ്സിന്റെ വാല്യൂ എത്ര പറഞ്ഞിരിക്കുന്നത്? 10 ആംപിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എത്ര? 15 വോൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മോസ്ഫെറ്റ് ഈസ് ഓപ്പറേറ്റഡ് വിത്ത് എ ഡ്യൂട്ടി സൈക്കിൾ ഓഫ് 0.4 in a switching cycle with I is equal to 10 ampere and V is equal to 15 volt. The power delivered by the current source in volt in what is power delivered by the current source. സോഴ്സ് എത്ര പവർ ഡെലിവർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ തന്നിട്ടുണ്ട് ഒരു ഡയോഡ് തന്നിട്ടുണ്ട്, ഒരു മോസ്ഫെറ്റ് സ്വിച്ചും തന്നിട്ടുണ്ട്. ഈ സ്വിച്ചസ് ഐഡിയൽ ആണെന്നാണ് പറയുന്നത്.
സോ സ്വിച്ചസ് ഐഡിയൽ ആണെങ്കിൽ എന്താ പവർ ഡിസിപ്പേഷൻ ഇല്ല. സോ പവർ ഡിസിപ്പേഷൻ ഇല്ല എങ്കിൽ എന്താണ്, ഇൻപുട്ട് പവർ തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് പവർ. നമ്മൾ എത്രത്തോളം സോഴ്സ് പവർ സർക്യൂട്ടിൽ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം പവർ തന്നെ ലോഡ് റിസീവ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഡിസിപ്പേഷൻ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർക്യൂട്ട് കമ്പോണൻസ് ആയ റെസിസ്റ്ററോ അല്ലെങ്കിൽ നോൺ ഐഡിയൽ കമ്പോണൻസോ ഒന്നും സർക്യൂട്ടിൽ ഇല്ല. 2 സ്വിച്ച് ആണുള്ളത്, ഒരു ഡയോഡും ആണുള്ളത്, ഒരു സ്വിച്ച് ആണുള്ളത്. ഇത് എന്താണ്, പവർ ഡിസിപ്പേഷൻ ഇല്ല, ഐഡിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എത്രത്തോളം പവർ സോഴ്സ് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം പവർ ലോഡ് റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡ്യൂട്ടി സൈക്കിൾ നമുക്ക് തന്നിട്ടുണ്ട് 0.4 എന്ന് തന്നിട്ടുണ്ട്. ഐ എത്രയാണ്, കറണ്ട് സോഴ്സിന്റെ വാല്യൂ 10 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എത്രയാണ്, ലോഡ് എത്രയാണ്, 15 വോൾട്ട് എന്ന് നമുക്ക് 15 വോൾട്ട് എന്ന് ലോഡും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ എസെൻഷ്യലി എന്താണ്, പവർ ഡെലിവേർഡ് ബൈ കറണ്ട് സോഴ്സ് ഈസ് ഈക്വൽ ടു പവർ അബ്സോർബ്ഡ് അല്ലെ. ലോഡ് എന്താണ് ഇവിടെ, ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് ലോഡ് ആയിട്ടുള്ളത് അല്ലെ. അബ്സോർബ്ഡ് ബൈ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, ഇനി സ്വിച്ചിങ് ആക്ഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് സ്വിച്ചിങ് ആക്ഷൻ എന്താണ്, 0 to dt, അതായത് ഡി നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ തന്നിട്ടുണ്ട് 0.4. 0 to dt എന്താണ്, സ്വിച്ച് ഓൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സ്വിച്ച് ഓൺ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം, അപ് ടു dt. സ്വിച്ച് ഓൺ ആകുമ്പോൾ എന്താണ്, ഷോർട്ട് സർക്യൂട്ട് ആണല്ലേ, സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുകയാണ് സ്വിച്ച് ഓൺ ആകുമ്പോൾ. സോ ആ ടൈം അത്ര അപ് ടു dt ടൈം പീരീഡിൽ സർക്യൂട്ട് ഓപ്പൺ ആണ്, ഡയോഡ് ഓപ്പൺ ആണ്, ലോഡ് വരെ കറണ്ട് ചെല്ലുന്നില്ല, അതായത് ലോഡ് വരെ പവർ എത്തുന്നില്ല അപ് ടു dt ടൈം പീരീഡിൽ അല്ലെ. ലോഡിലുള്ള കറണ്ട് 0 ആണ്. ഇവിടെ എന്ന കറണ്ട് ഉണ്ട്, സ്വിച്ച് ക്ലോസ്ഡ് ആണ് അല്ലെ, ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുകയാണ് dt ടൈം പീരീഡിലോട്ട് അല്ലെ. ലോഡ് കറണ്ട് എന്താണ്, I is equal to 0 ആണ് ലോഡ് കറണ്ട്. ഓക്കെ, ഇനി അടുത്ത ടൈം പീരീഡ് നോക്കിയേ, dt to t ടൈം പീരീഡ് ഒന്ന് നോക്കിയേ, സ്വിച്ച് ഓപ്പൺ ആണ് അല്ലെ. സോ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ലോഡ് ഷോർട്ട് സർക്യൂട്ട് അല്ല, ലോഡ് സ്വിച്ച് ഓപ്പൺ ആണ്, ഡയോഡ് ഫോർവേഡ് ബയസിലാണ്, ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു, ഷോർട്ട് സർക്യൂട്ട് ആണ്, പവർ ഡിസിപ്പേഷൻ ഒക്കെ ഡയോഡ് ഐഡിയൽ ഡയോഡാണ്, പവർ ഡിസിപ്പേഷൻ ഇല്ല. ഇനി കറണ്ട് ലോഡിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഐയുടെ വാല്യൂ എത്രയാണ് പറയുന്നത്, 10 ആംപിയർ എന്നാണ് പറയുന്നത് അല്ലെ. സോ 1 മൈനസ് ഡി ഇൻറ്റു ടി ടൈം പീരീഡിൽ 10 ആംപിയർ കറണ്ട് വോൾട്ടേജ്, അതായത് നമ്മുടെ ലോഡ് അബ്സോർബ് ചെയ്യുന്നുണ്ട് 10 ആംപിയർ കറണ്ട് അല്ലെ. 15 വോൾട്ട് ആണ് വോൾട്ടേജ് സോഴ്സ് ആണ് ലോഡായിട്ട് ഇവിടെ ഉള്ളത്. സോ ഇനി ആവറേജ് എടുത്താൽ പോരെ. സോ കറണ്ടിന്റെ വേവ് ഫോം എങ്ങനെ വന്നു നിങ്ങൾ നോക്കിയാൽ, ലോഡ് കറണ്ടിനെ ശ്രദ്ധിക്കുക കേട്ടാ, സോഴ്സ് കറണ്ടിനെ അല്ല, ലോഡ് കറണ്ടിനെ ഒന്ന് ശ്രദ്ധിക്കുക. അപ് ടു dt ടൈം പീരീഡിൽ എന്താണ് ലോഡ് കറണ്ട് 0 ആണ്. അടുത്ത dt to t ടൈം പീരീഡിൽ എന്താണ്, കറണ്ട് ഉണ്ടല്ലേ, ലോഡിൽ കറണ്ട് ഉണ്ട്, എത്ര, 10 ആംപിയർ കറണ്ട് ഉണ്ട്. സോ ആവറേജ് എത്ര വരും, ഒരു ഫുൾ സൈക്കിളായി ആവറേജ് എത്ര വരും, I0 ആവറേജ്, ലോഡ് ആവറേജ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഡി ടി ബൈ ടി ഇൻറ്റു 10 അല്ലേ. പീക്ക് അല്ലേ, 10 എന്ന് പറയുന്നത് സോഴ്സിന്റെ കറണ്ട് ആണ്. സോ ഇത് എത്ര വന്നു, 0.6 ഇൻറ്റു 10 എന്ന് വന്നു, 6 ആംപിയർ. 6 ആംപിയർ ആണ് ലോഡ് കറണ്ട് അല്ലെ. ആവറേജ് ലോഡ് കറണ്ട് എന്ന് പറയുന്നത് 6 ആംപിയർ ആണ്. ഇനി ലോഡ് കറണ്ട് 6 ആംപിയർ ആണെന്ന് കിട്ടി, വോൾട്ടേജ് സോഴ്സ് എത്ര, 15 ആണ് അല്ലെ. സോ പവർ അബ്സോർബ് ബൈ വോൾട്ടേജ് സോഴ്സ് എത്രയാ, വോൾട്ടേജ് സോഴ്സ് എത്രയാ, ലോഡിൽ കിട്ടുന്ന പവർ എത്രയാ, 6 ആംപിയർ കറണ്ട് ഉണ്ട് ഇൻറ്റു 15 അല്ലെ. 15 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ആണ് ലോഡിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. 15 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ആണ് ലോഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ആവറേജ് കറണ്ടിന്റെ വാല്യൂ 6 എന്ന് വന്നു, 15 വോൾട്ട് ആണ്. 6 ഇൻറ്റു 15 എത്രയാണ്, 90 വാട്ട് ആണ് എന്താണ് പവർ അബ്സോർബ്ഡ് ബൈ ലോഡ് അല്ലെങ്കിൽ പവർ ഡെലിവേർഡ് ബൈ സോഴ്സ്. ഓക്കെ. സോ ഇതാണ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് കറണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഓക്കെ സ്വിച്ച് ഓൺ ആണ് ഓഫ് ആണ്. സ്വിച്ച് ഓൺ ആകുമ്പോൾ കറണ്ട് ലോഡിലോട്ട് പോകുന്നില്ല, ഓപ്പൺ സർക്യൂട്ട് ആണ്. സ്വിച്ച് ക്ലോസ് ആകുമ്പോൾ കറണ്ട് ലോഡിലോട്ട് പോകുന്നുണ്ട്, ഡയോഡിലൂടെ, ക്ലോസ് സർക്യൂട്ട് ആണ്. സോ dt ടൈം പീരീഡിൽ ഓഫ് ആണ്,
1 മൈനസ് ഡി ടൈം പീരീഡിൽ എന്താണ് ഡി ടി ടൈം പീരീഡിൽ എന്താ 1 മൈനസ് ഡി ഇൻറ്റു ടി ടൈം പീരീഡിൽ ഓൺ ആണ്. സോ ആവറേജ് എടുക്കുക, കറണ്ട് ആവറേജ് എടുക്കുക, സോഴ്സ് ഈസ് ഡെലിവറിങ് പവർ ആൻഡ് ലോഡ് ഈസ് അബ്സോർബിങ് ദ പവർ. സോ എന്താണ് ഐ ഇൻറ്റു വി ആണ് പവർ, ഐ ഇൻറ്റു വി ആണ് പവർ, വാട്ട് എവർ പവർ ഈസ് അബ്സോർബിങ് ബൈ ദ വാട്ട് എവർ പവർ ഈസ് ഡെലിവറിങ് ബൈ ദ കറണ്ട് സോഴ്സ്, ദാറ്റ് മച്ച് പവർ ഈസ് അബ്സോർബ് ബൈ എന്താണ് വോൾട്ടേജ് സോഴ്സ്, ലോഡിൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് സോഴ്സ്. സോ അതാണ് ഐ ഇൻറ്റു വി 6 × 15 90 വാട്ട് എന്ന് കിട്ടും നമുക്ക്. സോ ഇത് 2025 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയൊക്കെയാണ്. എന്നാൽ ഇതൊക്കെ പഠിക്കാമെങ്കിൽ, അതായത് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇത് വളരെ സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ആവറേജ് വോൾട്ടേജ് അല്ലെങ്കിൽ ആവറേജ് കറണ്ട് ഒക്കെ എന്താണെന്ന് ഐഡിയ ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്, കൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ വളരെ സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ കോർ സബ്ജക്റ്റും കൂടിയാണ്, സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ. സബ്ജക്ട് ചെറിയ സബ്ജക്റ്റ് ഒക്കെയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് അല്ലെ. ഇലക്ട്രോ EMF ഒക്കെ ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് പോയെന്നിരിക്കും, എന്നാലും പവർ ഇലക്ട്രോണിക്സ് ഒന്നും സ്കിപ്പ് ചെയ്തിട്ട് പോയത് 10 മാർക്ക് അതേപോലെ തന്നെ അടിച്ചു പോകും. EMF ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് പോയാലും പഠിക്കാതെ നമ്മൾ ഗേറ്റിന് പോയാലും ഒരു 3-4 മാർക്കൊക്കെ EMFT എന്നൊക്കെ ചോദിക്കത്തുള്ളൂ. എന്നാൽ പവർ ഇലക്ട്രോണിക്സ് അതുപോലെ അല്ല, കോർ സബ്ജക്റ്റ് ആണ്, ഹെവി വെയിറ്റേജ് ആണ്, ലൈക്ക് മെഷീൻസ് ഓർ പവർ സിസ്റ്റം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് പ്രീവിയസ് ഇയറിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് റിവിഷൻ ചെയ്യുക, കാമായിട്ടിരിക്കുക, ലൈക്ക് കാം ആൻഡ് കമ്പോസ്ഡ്, അതായത് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്, ഞാൻ ഇന്നലെയും പറഞ്ഞു. ഓക്കെ, സോ അതാണ് മാറ്റർ ചെയ്യുന്നത്. ടെൻഷൻ അടിക്കരുത്, പാനിക് ആകരുത്. 3 അവറിൽ മാക്സിമം ഔട്ട്പുട്ട് ഡെലിവറി ചെയ്യുക. അതിന് നിങ്ങളൊരു മെന്റൽ സ്റ്റേറ്റ്, ഒരു പീസ്ഫുൾ മെന്റൽ സ്റ്റേറ്റിൽ ഇരുന്നാലേ ആ 3 അവർ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ പ്രിപ്പയർ ചെയ്യുക, റിവിഷൻ ചെയ്യുക, പാനിക് ആകാതിരിക്കുക, കൂളായിട്ട് പോയി എക്സാം എഴുതുക. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ടു എവരിബഡി. താങ്ക് യു.